Okay, good morning everybody. Attendance mark എല്ലാവർക്കും മാർക്ക് ചെയ്യാം. Let us start. അപ്പോൾ കൂടുതൽ കുട്ടികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രൊജക്ടൈൽ മോഷന്റെ ക്ലാസ് റിപ്പീറ്റ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു, അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, പ്രൊജക്ടൈൽ മോഷന്റെ ക്ലാസ് തുടങ്ങും. പ്രൊജക്ടൈൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം 2 ഡയമെൻഷണൽ മോഷനിലുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ ഞാൻ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ അത് സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. 1 ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് തന്നെയാണ്. അത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് 2 ഡയമെൻഷണൽ മോഷനിൽ ഉണ്ടാവുക. ആ 1 ഡയമെൻഷണൽ മോഷനിൽ പഠിച്ച ഇക്വേഷൻസ് എക്സ് ഡയറക്ഷനിൽ എഴുതണം, വൈ ഡയറക്ഷനിൽ എഴുതണം. എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ല, അതുകൊണ്ട് ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ഇനീഷ്യൽ വെലോസിറ്റി യു കോസ് തീറ്റ ആണ് എക്സ് ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി. അത് അതുപോലെ നിലനിൽക്കും, ചേഞ്ച് ചെയ്യൂല. വൈ ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്, സമയത്തിനനുസരിച്ച് മാറും. അപ്പോൾ വൈ ഡയറക്ഷനിലുള്ള മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റിക്കുള്ള ഇക്വേഷൻസ് ഒക്കെ അവിടെ ബാധകമാണ്. എക്സ് ഡയറക്ഷനിലെ മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ യൂണിഫോം മോഷൻ, അതിൻ്റെ ഇക്വേഷൻസ് ബാധകമാണ്. ഈ ഇക്വേഷൻസ് കൃത്യമായിട്ട് ഓർമ്മ വേണം. ഞാൻ അവിടെ ഇക്വേഷൻസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോവാണ്. ഇവിടെ അങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ ആൻഡ് ഓക്കെ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. So these are the equations for any body moving in 2 dimensions. 2 dimensional എന്നാണ് വേണ്ടത്. കറക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന അതിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷനാണ് 2 ഡയമെൻഷണൽ മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. 1 ഡയമെൻഷണൽ മോഷനും യൂണിഫോം ആക്സിലറേഷൻ്റെ കേസാണ് പഠിച്ചത്. അപ്പോൾ ഈ ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത്. എക്സ് ഡയറക്ഷൻ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ ചെയ്യുക. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഓർമ്മ വേണം. നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. ഇതിൽ എക്സ് ഡയറക്ഷനിലെ ഇക്വേഷൻ പ്രൊജക്ടൈൽ മോഷന്റെ കേസിൽ വരുമ്പോൾ ഓക്കെ, ഇക്വേഷൻസ് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. വേണ്ടി അത് കാണിക്കുന്നത് 2 എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുള്ള 2 മോഷനായിട്ടാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ പഠിക്കുന്നത്. സൈമൾട്ടേനിയസ് ആയിട്ടുള്ള എക്സ് ഡയറക്ഷനിലുള്ള മോഷനും വൈ ഡയറക്ഷനിലുള്ള മോഷൻ രണ്ടും ഒരേ സമയം സംഭവിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ 2 ഡയമെൻഷണൽ മോഷൻ. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് പ്രൊജക്ടൈൽ മോഷൻ. ഇനി നമുക്ക് ഈ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. ദീസ് ആർ ദി ഇക്വേഷൻസ് ഫോർ മോഷൻ അലോങ് എക്സ് ഡയറക്ഷൻ and these are the equations for motion along y direction. ഇവിടെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഇൻ 2 ഡയമെൻഷണൽ പ്ലെയിൻ അല്ലെങ്കിൽ ഇൻ എ പ്ലെയിൻ എന്നാണ്. ഇവിടെ ഇല്ല, ഇൻ എ പ്ലെയിൻ. Okay, let us go to this. Let us discuss about projectile motion now. So you have these tools. ഇതാണ് നിങ്ങളുടെ ആയുധം. ഈ ടൂൾസ് ഉപയോഗിച്ചാണ് 2 ഡയമെൻഷണൽ മോഷൻ ഏതും നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള ടൂൾസ് ഇതാണ്. നമ്മൾ ഐഡിയ എക്സ് ഡയറക്ഷനിലുള്ള മോഷനായിട്ടും വൈ ഡയറക്ഷനിലുള്ള മോഷനായിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ഓക്കെ,
ഇന്ന് നമ്മൾ ഇന്നത്തെ ടോപ്പിക് നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ ആണ്. സോ ഫസ്റ്റ് ഈസ് വാട്ട് ഈസ് എ പ്രൊജക്ടൈൽ? A projectile is a body released to space with some initial velocity and thereafter it moves under the action of gravity alone. എന്ന് പറഞ്ഞാൽ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടി എയറിലേക്ക് അല്ലെങ്കിൽ സ്പേസിലേക്ക് വലിച്ചെറിയുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന, വലിച്ചെറിയണം എന്നല്ലേ, ഒരു ഗണ്ണിൽ നിന്ന് നമുക്ക് ബുള്ളറ്റ് പോകുമ്പോൾ അത് പ്രൊജക്ടൈലാണ്. ഒരു ഷെല്ല് നമ്മൾ തൊടുത്തു വിട്ടാൽ അതൊരു പ്രൊജക്ടൈലാണ്. അങ്ങനെ ഒരു പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടി എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്പേസിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പ്രൊജക്ടൈൽ. കണ്ടീഷനും കൂടി ഉണ്ട്. നമ്മളത് വിട്ട് കഴിഞ്ഞാൽ, സ്പേസിലേക്ക് വിട്ട് കഴിഞ്ഞാൽ then it should move only under the influence of gravity. ഓക്കെ, ഇതാണ് പ്രൊജക്ടൈൽ. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ ആണ് എനി ഒബ്ജക്ട് thrown to air is a projectile. Bullet released from a gun is a projectile. Example, football hit by a player, it's a projectile. When the football is a projectile. ഇങ്ങനെ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് സങ്കല്പിക്കാം. അപ്പോൾ എനി ബോഡി, important thing is that should have some initial velocity, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നുണ്ടോ, and thereafter it moves under the action of gravity alone. അപ്പോൾ ഒരു പ്രൊജക്ടൈലിൽ ആക്ട് ചെയ്യുന്ന ഏക ഫോഴ്സ് എന്ന് പറയുന്നത് should be the gravitation. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരൊറ്റ കാര്യം ക്ലിയർ ആണ്. പ്രൊജക്ടൈൽ മോഷനിൽ ആ പ്രൊജക്ടൈലിന് ആകെ ഒരു ആക്സലറേഷൻ ഉണ്ടാവുള്ളൂ. ആ ആക്സലറേഷൻ ഏതായിരിക്കും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വേറെ ഫോഴ്സും അതിലില്ല. സോ വേറെ ദർ ഇസ് നോട്ട് എ ഫോഴ്സ്. മറ്റ് ഫോഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് മറ്റ് ആക്സലറേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു പ്രൊജക്ടൈലിൽ ആക്ട് ചെയ്യുന്ന ഏക ആക്സലറേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്ലിയർ ആണല്ലോ. സോ ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് എ പ്രൊജക്ടൈൽ. പ്രൊജക്ടൈൽ മോഷൻ എന്നുള്ള ഹെഡിങ് എഴുതി നോട്ട് എഴുതുന്നവർ ഇത് എഴുതും. ഓക്കെ, then next important parameter related to projectile മോഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ്, ഒരു ക്വാണ്ടിറ്റിയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ചെരിച്ചാണ് ഈ പ്രൊജക്ടൈലിനെ തൊടുത്തു വിട്ടത്, അല്ലെങ്കിൽ നമ്മൾ കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ എത്ര ചെരിച്ചാണ്, ഹൊറിസോണ്ടൽ സർഫസ് ഗ്രൗണ്ട് സർഫസുമായിട്ട് എത്ര ആംഗിളിലാണ് നമ്മൾ ആ കല്ലെറിയുന്നത്. നമ്മൾക്ക് 0 എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് സർഫസിനെ ടച്ച് ചെയ്തുകൊണ്ട് ടാൻജൻഷ്യലായിട്ട് എറിയുന്നതിന് മുമ്പ് ആ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 0 ആവും. ഇനി നമ്മളൊരു കല്ല് 1 ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ പഠിച്ച പോലെ വെർട്ടിക്കലി അപ്വേർഡായിട്ട് എറിയുകയാണെങ്കിൽ തീറ്റ അവിടെ 90 ഡിഗ്രി ആണ്. സോ തീറ്റ ക്യാൻ ഹാവ് എനി വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് 90 ഡിഗ്രി. ക്ലിയർ ആയി കാണുമല്ലോ. നമ്മളൊരു മാവിൽ കല്ലെറിയുമ്പോൾ തീറ്റ ഒരിക്കലും നോർമലി 90 ഡിഗ്രി ആവില്ല, ചിലപ്പോൾ ആവാം. അപ്പോൾ അതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഇറ്റ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ കല്ലായി എറിയുന്ന ഡയറക്ഷൻ ഏതാണോ അതാണല്ലോ, ആ ഡയറക്ഷനിലാണല്ലോ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവുക. is the angle between the initial velocity vector and the horizontal level. Horizontal level എന്ന് പറഞ്ഞാൽ ആ horizontal plane from which the projectile is released. നമ്മൾ കല്ലെറിയുമ്പോൾ ഗ്രൗണ്ട് സർഫസ് ആണ് horizontal level. അവിടെ നിന്നും ഈ കല്ലെറിയുന്ന ദിശ അതാണ് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ആ ദിശയുമായിട്ട് തമ്മിലുള്ള ആംഗിൾ ആണ് പ്രൊജക്ടൈലിന്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. തീറ്റ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യാൻ തീറ്റ എന്നുള്ള ലെറ്റർ ഉപയോഗിക്കും. ഇനി ടു സ്റ്റഡി ദി മോഷൻ ഓഫ് പ്രൊജക്ടൈൽ, അപ്പോൾ ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്നുള്ള ടേം നോട്ടിലേക്ക് എഴുതണം. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്താണെന്നുള്ളതും നോട്ട് എഴുതുന്നവർ അതിലേക്ക് പകർത്തണം. പ്രൊജക്ടൈൽ മോഷന്റെ ബേസിക് പ്രൊജക്ടൈൽ എന്താണെന്ന് പറയണം. എന്നിട്ട് പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റിയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. പിന്നെ പറയേണ്ടത് എങ്ങനെയാണ് നമ്മളിത് പഠിക്കുമ്പോൾ കോർഡിനേറ്റ്, നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ XY ആക്സിസ് എങ്ങനെ ചൂസ് ചെയ്യും. To study the motion of projectile, choose x-axis along the horizontal and y-axis along the vertical direction. സാധാരണ നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഡയറക്ഷനാണ്. നമ്മൾ ഹൊറിസോണ്ടൽ സർഫസിൽ അലോങ് ആയിട്ട്, നമ്മൾ ഗ്രൗണ്ട് സർഫസിൽ പാരലൽ ആയിട്ട് നമ്മൾ എക്സ് ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആക്സിസ് ആയിട്ട് നമ്മൾ വൈ ആക്സിസ്. സോ പ്രൊജക്ടൈൽ മോഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ് യൂസിങ് 2 കോർഡിനേറ്റ്. 2 കോർഡിനേറ്റാണ് ആവശ്യമുള്ളത്. ഒന്ന് എക്സ് കോർഡിനേറ്റും മറ്റൊന്ന് വൈ കോർഡിനേറ്റും. സോ ഇറ്റ് ഇസ് എ മോഷൻ ഇൻ 2 ഡയമെൻഷൻ. ഒരു പ്ലെയിനുള്ള മോഷനാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊജക്ടൈൽ മോഷനാണ്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം.
ഒരു മിനിറ്റ്, ഒരു 2 മിനിറ്റ്. ഓക്കെ, അടുത്തത് പ്രൊജക്ടൈൽ മോഷന്റെ സവിശേഷതകളാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പ്രൊജക്ടൈൽ മോഷന്റെ ഒരു ആനിമേഷൻ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഞാൻ പ്രൊജക്ടൈൽ മോഷന്റെ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യും. ഫസ്റ്റ് യു സീ ആനിമേഷൻ. ഇതില് നമ്മൾക്ക് ഇനീഷ്യൽ പൊസിഷൻ, പ്രൊജക്ടൈലിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ടൈൽ മോഷനിൽ ആ പ്രൊജക്ടൈലിന് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന പൊസിഷൻ സാധാരണ നമ്മൾ ഒറിജിൻ ആയിട്ട് എടുക്കും. അതുകൊണ്ട് 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ഇനീഷ്യൽ വെലോസിറ്റി ഒക്കെ സെറ്റ് ചെയ്യാം. ജിന്റെ വാല്യൂ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പ്രൊജക്ടൈൽ എങ്ങനെ മൂവ് ചെയ്യുമെന്ന് റിയൽ ആയിട്ട് കാണിച്ചു തരുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ്, ഒരു ആപ്ലിക്കേഷനാണ് GeoGebra. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രൊജക്ടൈൽ മോഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടി സഹായിക്കും. അപ്പോൾ അത് കണ്ടിട്ട് പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കല്ലെറിയുന്ന പോയിന്റ് ഒറിജിനായിട്ട് അങ്ങോട്ട് എടുക്കും. അപ്പോൾ ആ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദി പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് 0 എന്ന് വരും. അതാണല്ലോ ഒറിജിൻ എന്ന് പറഞ്ഞാൽ x0 y0. ഇവിടെ അപ്പോൾ ഞാൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 60 ഡിഗ്രി, ഇനീഷ്യൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്, G9.8, മാസ് ഓഫ് ദി പ്രൊജക്ടൈൽ. നമുക്കിതൊന്നും ആവശ്യമില്ല, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാസൊക്കെ ആവശ്യമില്ല, കൈനറ്റിക് എനർജി ഒക്കെ കാണാൻ പറ്റും. സോ ഫസ്റ്റ് ലെറ്റ് us see the motion of the projectile. എങ്ങനെയാണ് ഈ പ്രൊജക്ടൈൽ മൂവ്? സോ ദിസ് ഈസ് ദി ഡയറക്ഷൻ അലോങ് ദി ഹൊറിസോണ്ടൽ ആക്സിസ്. ഇത് നമ്മൾ ഗ്രൗണ്ട് സർഫസിന് അലോങ് ആയിട്ടുള്ള ഡയറക്ഷനാണ്. ഇത് നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനാണ്, മുകളിലേക്കുള്ള ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്ടൈലിന്റെ മോഷൻ എങ്ങനെയാണ്? യു ക്യാൻ സീ ദ പ്രൊജക്ടൈൽ മൂവ് upward, then reaches a maximum height, then comes downward. പക്ഷേ എവിടെ നിന്നാണോ അത് എറിഞ്ഞത് ആ പോയിന്റിലല്ല അത് തിരിച്ചെത്തുക, കുറച്ച് അപ്പുറത്താണ്. ഹൊറിസോണ്ടൽ ഗ്രൗണ്ടിൽ അത് തിരിച്ചെത്തുന്ന പോയിന്റ് അവിടെയല്ല. തിരിച്ചെത്തുന്ന പോയിന്റ്, അതേ പോയിന്റ് തിരിച്ചെത്തണമെങ്കിൽ എങ്ങനെ എറിയണം? വെർട്ടിക്കലി അപ്വേർഡായിട്ട് എറിയണം. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 90 ഡിഗ്രി എടുത്ത് എറിയും. അത് 1 ഡയമെൻഷണൽ മോഷൻ നമ്മൾ പഠിച്ചത്. സോ ദിസ് ഈസ് ദി മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ. ഐ ഹോപ്പ് യു ക്യാൻ സീ. സോ ദിസ് എക്സ്പ്ലെയിൻ ഹൗ എ പ്രൊജക്ടൈൽ ഈസ്. The path of a projectile is very clear. ഈ ഒരു മോഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, this is the shape of the path of the projectile. ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുക സാധാരണ പരാബോള എന്നാണ്. സോ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത്, the path of a projectile is a parabola. പരാബോളയാണ് ജനറൽ ആയിട്ട് പ്രൊജക്ടൈലിന്റെ പാത്ത്. 90 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താൽ it will be a straight. Remember, for if you project the projectile vertically upward, if you launch the projectile vertically upward, നിങ്ങൾ നേരെ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് ഉത്തരയുള്ള ദിശയിലാണ് ഈ കല്ല് എറിയുന്നത് എങ്കിൽ then it will follow a straight line path. നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ ആണ് അവിടെ. അല്ലാത്ത കേസിലൊക്കെ 2 ഡയമെൻഷണൽ മോഷൻ ആകുമ്പോഴൊക്കെ പ്രൊജക്ടൈലിന്റെ പാത്ത് പരാബോളയാണ്. സോ പരാബോള പാത്ത് ഈസ് എ പരാബോള. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഏത് ആംഗിൾ എറിഞ്ഞാലും പരാബോളിക് അല്ല കിട്ടും. 90 ഡിഗ്രി അല്ലാത്ത ഏത് ആംഗിൾ യു വിൽ ഗെറ്റ് എ പരാബോളിക്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻസ് ഒരു 45 ഡിഗ്രി ആക്കുക. എന്താ സംഭവിക്കുന്നത് നോക്കാം. വേറൊരു പരാബോളിക് പാത്ത് കുറെ കൂടി ഹൈറ്റ് കുറഞ്ഞ് എടുത്ത് കൂടിയ പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ റേഞ്ച് ഒരുപാട് കൂടി, കുറച്ച് കൂടി, പക്ഷെ മാക്സിമം മുകളിലേക്ക് എത്തുന്ന മാക്സിമം ഹൈറ്റ് കുറഞ്ഞു. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത പാത്തുള്ള പരാബോളിക് പാത്തുകൾ നമുക്ക്. ഓക്കെ,
ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് ഇതിലിപ്പോൾ മൂവ് ചെയ്യുന്ന പ്രൊജക്ടൈലിന്റെ പാർട്ടിക്കിളിന്റെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എ എന്ന് പേര് കൊടുത്ത പാർട്ടിക്കിളിന്റെ മോഷനാണ് നമ്മൾ കണ്ടത്, പ്രൊജക്ടൈൽ എ. ഇനി നമ്മൾ ഇതിന്റെ വെലോസിറ്റി കാണും. അപ്പോൾ അതിൽ ഇവിടെ ഷോസ് ടോട്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിളുടെ വെലോസിറ്റി വെക്ടർ കാണിക്കും. സോ ദിസ് ഈസ് ദി ഇനീഷ്യൽ വെലോസിറ്റി. ദിസ് ലെങ്ത് റെപ്രസെന്റ് 30 meter per second, and the angle ഈ ലൈനും ഈ വെലോസിറ്റി വെക്ടറും ഈ പോയിന്റും this is the horizontal axis, or this x-axis represents the ground level, ground surface. So the angle between this velocity vector and the x-axis is 60 degree. ഇവിടെ 60 degree ആണ്. 30 degree ആക്കിയാൽ അപ്പോൾ ആംഗിൾ അതിനനുസരിച്ച് കുറച്ച് മാറിയത്. അപ്പോൾ 30 ഡിഗ്രിയോ 60 ഡിഗ്രിയോ 50 ഡിഗ്രിയോ എത്രയാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിനനുസരിച്ച് അപ്പോൾ നൗ ദിസ് മീൻസ് ദിസ് ആംഗിൾ റെപ്രസെന്റ് 30 ഡിഗ്രി. അത് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ആംഗിൾ വരിക. അതിനനുസരിച്ചുള്ള മോഷനാണ് അതിലുണ്ടാവുക. നൗ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് 60 ഡിഗ്രി. ഇനീഷ്യൽ വെലോസിറ്റി 30 ഡിഗ്രി. ഇനീഷ്യൽ വെലോസിറ്റി കുറച്ചാൽ ഇതിന് ലെങ്ത് കുറയും. ഇനി ഈ വെലോസിറ്റിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നോക്കാം. ദിസ് റെപ്രസെന്റ് ദി ടോട്ടൽ വെലോസിറ്റി ഓഫ് ദി പ്രൊജക്ടൈൽ ഇൻ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഈ ആരോന്റെ ഈ വെക്ടറിന്റെ ലെങ്ത് ചുരുങ്ങിയാൽ അതിന്റെ അർത്ഥം മാഗ്നിറ്റ്യൂഡ് കുറയുന്നു. ഡയറക്ഷൻ മാറുമ്പോൾ അതിനർത്ഥം അതിന്റെ ഡയറക്ഷൻ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒക്കെ മാറാം ആസ് ദി പാർട്ടിക്കിൾ മൂവ്സ്, ആസ് ദി പ്രൊജക്ടൈൽ മൂവ്സ്. നമുക്കതൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ലുക്ക്, ടോട്ടൽ വെലോസിറ്റി ഡിക്രീസസ് and at maximum height total velocity reaches minimum and then increases. Look again. Okay, total velocity കണ്ടോ, നിങ്ങൾ കുറഞ്ഞു വരുന്നു. ഇവിടെ എത്തുമ്പോൾ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ വെലോസിറ്റി മിനിമം ആവുന്നു. പക്ഷെ സീറോ അല്ല. ടോട്ടൽ വെലോസിറ്റി നെവർ ബിക്കം സീറോ. ഒരിക്കലും സീറോ ആവുന്നില്ല ടോട്ടൽ വെലോസിറ്റി. ടോട്ടൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് മാറുന്നു. പക്ഷെ ടോട്ടൽ വെലോസിറ്റി ഒരിക്കലും സീറോ ആവുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ ആണ്. വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ അറ്റ് മാക്സിമം ഹൈറ്റ് ദി ടോട്ടൽ വെലോസിറ്റി, ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ബിക്കം സീറോ. ടു ഡയമെൻഷണൽ മോഷനിൽ അല്ലെങ്കിൽ പ്രൊജക്ടൈൽ മോഷനിൽ ആ പ്രൊജക്ടൈൽ മാക്സിമം ഹൈറ്റ് എത്തിയാലും അതിന്റെ ടോട്ടൽ വെലോസിറ്റി സീറോ അല്ല. ഓക്കെ, രണ്ടാമത്തെ ഒബ്സർവേഷൻ ആണ്. നെക്സ്റ്റ്, ഇനി നമുക്ക് ഈ വെലോസിറ്റിയുടെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഇത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. നമ്മൾ യു എന്നുള്ള ലെറ്റർ ഒക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ ഇനീഷ്യൽ വെലോസിറ്റിയെ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആയിട്ടും വൈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആയിട്ടും റിസോൾവ് ചെയ്യാൻ പോവാം. നൗ ദിസ് ഗ്രീൻ കളർ വെക്ടർ റെപ്രസെന്റ് ദി എക്സ് കമ്പോണന്റ് ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി. ഈ റെഡ് കളറിലുള്ള വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് വൈ കമ്പോണന്റ് ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി. അല്ലെങ്കിൽ ഇനി ടോട്ടൽ വെലോസിറ്റി വേണമെന്നില്ല. So if the particle ഈ ഡയറക്ഷനിൽ ഇത്രയും initial velocity along the x direction is this much is the initial velocity along the y direction. Okay, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനീഷ്യൽ വെലോസിറ്റിനെ along the x direction ആയിട്ടും along the y direction ആയിട്ടും റിസോൾവ് ചെയ്തു. So there are two components. These two are the components of the initial velocity in the horizontal and vertical direction. ഇനി ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും, വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും പ്രൊജക്ടൈൽ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന് മാറ്റം സംഭവിക്കുന്നത് എന്നാണ് അടുത്തത് നമ്മൾ കാണിക്കാം. അപ്പോൾ അഗൈൻ വി വിൽ അലൗ ദി പ്രൊജക്ടൈൽ ടു ഗോ. അങ്ങനെ പ്രൊജക്ടൈൽ ഇങ്ങനെ മൂവ് ചെയ്യും, പാരാബോളിക് പാത്തിൽ മൂവ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രീൻ വെക്ടറിനും ഈ റെഡ് വെക്ടറും, അതായത് ഒന്ന് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഗ്രീൻ ഈസ് ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി. ഇപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഈ ആസ് ദി പ്രൊജക്ടൈൽ മൂവ്സ് ദി വെലോസിറ്റി ചേഞ്ചസ്. സോ ഓരോ സമയത്തും ഈ പ്രൊജക്ടൈലിന്റെ വെലോസിറ്റിയുടെ വൈ കമ്പോണന്റും എക്സ് കമ്പോണന്റും എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് ഇനി കാണാൻ പറ്റും. സോ ലെറ്റ് us watch. So the projectile is moving at maximum height. Remember, that is a crucial point. At the maximum height, what happens? At maximum height, the vertical component or the y component of the projectile velocity becomes max zero. ഏത് വെലോസിറ്റിയാണ് സീറോ ആയത്? ടോട്ടൽ വെലോസിറ്റി സീറോ അല്ല. ടോട്ടൽ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് കാണാം ടോട്ടൽ വെലോസിറ്റി ബ്ലൂ കളറിലുള്ള ആരോ അത് സീറോ ആവുന്നില്ല. പക്ഷേ റെഡ് കളറിലുള്ള ആരോ ഈ പോയിന്റ് എത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ് ബിക്കം സീറോ. റെഡ് കളറിലുള്ള ആരോ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അത് സീറോ ആവുന്നുണ്ട്. നൗ
കുറച്ചും കൂടി പുറത്താണ്, എന്നാലും നിങ്ങൾക്ക് കാണാം റെഡ് കളറിലുള്ള ആരോ ആൾമോസ്റ്റ് സീറോ ആയി. ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് സീറോ. സോ യു ക്യാൻ സീ ദാറ്റ് അറ്റ് മാക്സിമം ഹൈറ്റ് the y component of the velocity or the component of velocity in the y direction. Y direction എന്ന് പറഞ്ഞാൽ vertical direction. Vertical directionലുള്ള velocity as the projectile moves it decreases, and when the projectile reaches the maximum height it becomes zero. ആ സമയത്തും അതിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് മാറ്റമൊന്നും വരുന്നില്ല. അപ്പൊ നേരത്തെ ഇപ്പൊ ഈ പ്രാവശ്യം ഇതിൽ നമ്മൾ വാച്ച് ചെയ്തത് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റിയാണ്. വെർട്ടിക്കൽ ഈ റെഡ് ആരോനെയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ആ റെഡ് ആരോ നമ്മൾ ഇങ്ങനെ കാണുന്നു, അത് ഡിക്രീസ് ചെയ്ത് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ സീറോ ആവുന്നു. വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്ത് എറിഞ്ഞ് അതേ ഗ്രൗണ്ട് ലെവലിൽ എത്തുമ്പോൾ അത് വീണ്ടും ഇവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ഹൈറ്റിലേക്ക് തന്നെ അത് തിരിച്ചു വരുന്നുണ്ട്. ഫുൾ ഇതിൽ കാണുന്നില്ല. സോ വൺ തിങ് ഇസ് ഷുവർ, അറ്റ് മാക്സിമം ഹൈറ്റ് ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഈസ് സീറോ. ഇനി വാട്ട് ഹാപ്പൻസ് ടു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി? അതാണ് അടുത്തതിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലുക്ക്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റിക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് എപ്പോഴും ഒരേപോലെയാണ്. ആ വെക്ടറിന്റെ ഗ്രീൻ വെക്ടറിന്റെ ലെങ്ത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. സോ ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി റിമെയിൻ കോൺസ്റ്റന്റ്. അതിന്റെ ഡയറക്ഷനും മാറുന്നില്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡും മാറുന്നില്ല. അപ്പൊ അത് പ്രൊജക്ടൈൽ മോഷന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഉള്ള വെലോസിറ്റിക്ക് അല്ലെങ്കിൽ എക്സ് കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി അല്ലെങ്കിൽ ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി പ്രൊജക്ടൈൽ റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി മോഷൻ. തുടക്കത്തിൽ എത്രയാണോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണോ അതേ വെലോസിറ്റി തന്നെയാണ് അത് എപ്പോഴും ഉള്ളത്, ഏത് സമയത്തും. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. ടോട്ടൽ വെലോസിറ്റി ഓഫ് ദി പ്രൊജക്ടൈൽ നെവർ ബിക്കം സീറോ. ഈവൻ അറ്റ് മാക്സിമം ഹൈറ്റ് ഇറ്റ് ഈസ് നോട്ട് സീറോ. But and the vertical component or y component of the velocity decreases as the projectile moves up, and at maximum height the y component of the velocity becomes zero, and then the y component of the velocity changes sign and increases in the opposite direction. അതാണ് ഈ കാണുന്നത്. പിന്നെ x component അല്ലെങ്കിൽ horizontal component of the velocity represented by that green vector, the horizontal component of the velocity remains constant throughout the motion. തുടങ്ങുമ്പോഴുള്ള അതേ വെലോസിറ്റിയുടെ അവസാനം. അപ്പോൾ ഒരു കാര്യം നോക്കേണ്ടത്, മാക്സിമം ഹൈറ്റ് ഒന്ന് ശ്രദ്ധിക്കും. മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ അതിന് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി സീറോ ആണ്. അപ്പോൾ അതിന്റെ ടോട്ടൽ വെലോസിറ്റി എന്തായിരിക്കും? ഹൊറിസോണ്ടൽ, അതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി തന്നെയാണ് മാക്സിമം ഹൈറ്റിൽ അതിന്റെ ടോട്ടൽ വെലോസിറ്റി, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സീറോ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചില ഒബ്സർവേഷൻസ് ആണ്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രൊജക്ടൈലിന്റെ പ്രത്യേകതകളാണ്. ഇത് നോക്കൂ, ഈ പ്രൊജക്ടൈലിന്റെ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ലോഞ്ചിങ് ഞാൻ 0 എന്നാണ് എടുത്തത്. തിരിച്ചിവിടെ എത്തുമ്പോഴും ഇതിന്റെ എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണോ? അല്ല. വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്. അല്ലെങ്കിൽ തിരിച്ച് ഗ്രൗണ്ട് ലെവലിൽ എത്തിയ പ്രൊജക്ടൈലിനെ സംബന്ധിച്ച് ആ ഗ്രൗണ്ട് ലെവലിൽ എത്തുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് സീറോ അല്ല, വൈ കോർഡിനേറ്റ് എന്താണ്? സീറോ ആണ്. സോ വെൻ എ പ്രൊജക്ടൈൽ ആഫ്റ്റർ ഇറ്റ്സ് ഫ്ലൈറ്റ് റീച്ചസ് ഹിറ്റ്സ് ദി ഗ്രൗണ്ട്, ഇറ്റ്സ് വൈ കോർഡിനേറ്റ് ബിക്കം സീറോ. Y component of the position vector becomes zero, but the x coordinate is not zero. ആ എക്സ് കോർഡിനേറ്റ്, ഇനി ഫൈനൽ എക്സ് കോർഡിനേറ്റും ഇനീഷ്യൽ എക്സ് കോർഡിനേറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ the distance covered by the projectile in the horizontal direction is called during the flight. ഈ പറക്കുന്ന സമയത്ത് ഈ പ്രൊജക്ടൈല് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്നൊക്കെ പറയും. അതിലേക്കൊക്കെ ഇനി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൊജക്ടൈൽ മോഷനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. Now let us go to the slide again. So ഒന്നാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. പാത്ത് ഓഫ് പ്രൊജക്ടൈൽ ഈസ് പാരാബോളിക്. രണ്ടാമത്തെ, പ്രൊജക്ടൈൽ മോഷൻ ഈസ് എ 2-dimensional മോഷൻ. നമ്മൾ ആ സ്ക്രീനിൽ തന്നെ ആ മോഷൻ ഒതുക്കി. സോ ഇറ്റ് ഇസ് എ മോഷൻ ഇൻ എ പ്ലെയിൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ആകെ ഒരേ ഒരു ആക്സിലറേഷൻ ഈ മോഷനിൽ വരുന്നുള്ളൂ. കാരണം ബിക്കോസ് ബൈ ഡെഫിനിഷൻ ആൻഡ് thereafter it moves under the action of gravity alone എന്ന് പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിനുണ്ടാകുന്ന ഏക ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അത് എർത്തിന്റെ സർഫസിന്റെ സറൗണ്ടിങ്സിൽ നമുക്കറിയാം. നിയർ ദി സർഫസ് ഓഫ് എർത്ത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. So the acceleration of the projectile is a constant. Okay, so projectile motion is an example for
2-dimensional motion with constant acceleration. ഓക്കെ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഗിവ് എക്സാമ്പിൾസ് ഫോർ 2-dimensional motion with constant acceleration. അതിലൊന്നാണ്, അതിൽ പറയാവുന്ന ഒരു കാര്യമാണ് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, മൂന്നാമത്തത് ആക്സിലറേഷൻ ഓഫ് ദി പ്രൊജക്ടൈൽ ഈസ് ഡയറക്റ്റഡ് ഡൗൺവേർഡ് അലോങ് ദി നെഗറ്റീവ് വൈ ഡയറക്ഷൻ. ഇത് എവിടെ നിന്ന് വന്നാണ്? ഇതും നേരത്തെ ഈ ഒബ്സർവേഷൻ വന്നാണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെന്നും അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്നും മനസ്സിലായാൽ വി നോ ദാറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡയറക്ഷൻ എപ്പോഴും ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ഡയറക്ഷൻ നമ്മളെ സംബന്ധിച്ച് ഏത് ഡയറക്ഷനാണ്? മൈനസ് വൈ ആക്സിസിന്റെ അലോങ് ആണ്. വൈ ആക്സിസ് അപ്വേർഡ് ഡയറക്ഷനിലാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ പ്രൊജക്ടൈൽ മോഷനിൽ പാർട്ടിക്കിളുടെ ആക്സിലറേഷൻ ഈസ് അലോങ് നെഗറ്റീവ് വൈ ഡയറക്ഷൻ. അതിന്റെ വാല്യൂ നമുക്കറിയാം, ജി ആണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. So I can write the acceleration vector has magnitude g and directed along minus j cap. Minus j cap എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് y direction. So in vector form it is vector acceleration vector is equal to minus g into j cap. ഇതാണ് ഈ പറഞ്ഞത്. നാലാമത്തെ പ്രത്യേകത നോ ആക്സിലറേഷൻ ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അവിടെ കണ്ടു ആക്സിലറേഷൻ ഏത് ഡയറക്ഷനിലേ ഉള്ളൂ? y ഡയറക്ഷനിലേ ഉള്ളൂ, അല്ലെങ്കിൽ y ആക്സിസിന് അലോങ് ആയിട്ടേ ഉള്ളൂ. എക്സ് ആക്സിസിന് അലോങ് ആയിട്ട് പോസിറ്റീവ് ഡയറക്ഷനിലോ പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലോ നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലോ ആക്സിലറേഷൻ ഇല്ല. ഇതിനാകെ ഒരു ആക്സിലറേഷനേ ഉള്ളൂ, അത് വൈ ആക്സിസിന് അലോങ് ആയിട്ടാണ്. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ കണ്ടു, ആ അനിമേഷനിൽ അത് കണ്ടു, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി മാറുന്നത്. പക്ഷെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി മാറുന്നില്ല എന്ന് നമ്മൾ കണ്ടു. അതിന് കാരണം ദർ ഈസ് നോ ആക്സിലറേഷൻ ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ പാർട്ടിക്കിളുടെ പ്രൊജക്ടൈലിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണന്റ്, ഗ്രൗണ്ടിന് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ്, എക്സ് കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ എത്രയായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണോ അത് v0 ആണെങ്കിൽ ഇൻറ്റു കോസ് തീറ്റ, v0 കോസ് തീറ്റ ആയിരിക്കും അതിന്റെ വാല്യൂ. വെർട്ടിക്കൽ y കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റിയോ ഇനീഷ്യലി ഇറ്റ് വിൽ ബി v0 സൈൻ. ഇനീഷ്യൽ വെലോസിറ്റി v0 ആണെങ്കിൽ നമ്മൾ അതിനെ രണ്ട് കമ്പോണന്റ്സ് ആയിട്ട് റിസോൾവ് ചെയ്താൽ വൺ അലോങ് എക്സ് ഡയറക്ഷൻ, അനദർ വൺ അലോങ് വൈ ഡയറക്ഷൻ. അപ്പൊ എക്സ് കമ്പോണന്റ് ആയിട്ട് കിട്ടുക v0 കോസ് തീറ്റയും y കമ്പോണന്റ് ആയിട്ട് കിട്ടുക v0 സൈൻ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഹാസ് ടു കമ്പോണന്റ്, വൺ അലോങ് ദി എക്സ് ഡയറക്ഷൻ വിച്ച് ഈസ് v0 കോസ് തീറ്റ, വൺ കമ്പോണന്റ് അലോങ് ദി വൈ ഡയറക്ഷൻ വിച്ച് ഈസ് v0 സൈൻ തീറ്റ. ഇനി ആസ് ദി പ്രൊജക്ടൈൽ മൂവ്സ്, പ്രൊജക്ടൈൽ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, പ്രൊജക്ടൈൽ മോഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ y കമ്പോണന്റ്, വെലോസിറ്റിയുടെ y കമ്പോണന്റ് എന്ത് ചെയ്യും? കുറയാൻ തുടങ്ങും. മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ 0 ആകും. പിന്നീട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യാനും തുടങ്ങും. അത് നമ്മൾ കണ്ടു. പക്ഷെ എക്സ് കമ്പോണന്റിന് എന്ത് സംഭവിക്കില്ല? ഒരു മാറ്റവും സംഭവിക്കില്ല. എപ്പോഴും ഈ v0 കോസ് തീറ്റ തന്നെയായിരിക്കും എക്സ് കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി. സോ ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി. സോ ദീസ് ആർ ദി പ്രോപ്പർട്ടീസ്. ഇനിയുണ്ട് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ്, അറ്റ് മാക്സിമം ഹൈറ്റ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അലോങ് ദി വെർട്ടിക്കൽ ഡയറക്ഷൻ, അതായത് y കമ്പോണന്റ് 0 ആണ്, vy 0 ആണ് മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ. 6, മോഷൻ അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇസ് എ യൂണിഫോം മോഷൻ, കാരണം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വൈൽ ദി മോഷൻ അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ ഓർ വൈ ആക്സിസിന് അലോങ് ആയിട്ടുള്ള മോഷൻ ഇസ് എ മോഷൻ അണ്ടർ ഗ്രാവിറ്റി. അപ്പോൾ വൈ ഡയറക്ഷനിലുള്ള മോഷൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അണ്ടർ ദി ഗ്രാവിറ്റി, ആൻഡ് ദി മോഷൻ അലോങ് ദി എക്സ് ഡയറക്ഷൻ ഈസ് യൂണിഫോം മോഷൻ. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. എനി 2-dimensional മോഷൻ ക്യാൻ ബി സ്റ്റഡീഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് സൈമിൾട്ടേനിയസ് കോമ്പിനേഷൻ ഓഫ് 2 ഇൻഡിപെൻഡന്റ് സൈമിൾട്ടേനിയസ് 1-dimensional മോഷൻ. ഏതൊരു 2-dimensional മോഷനെയും രണ്ട് 1-dimensional മോഷൻ ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് 1-dimensional മോഷന്റെ കോമ്പിനേഷൻ ആയിട്ട് പറയാൻ പറ്റും. ആ എഫക്ട് രണ്ടും സെയിം ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അതിനെ പഠിക്കാനായിട്ട് ഈസിയസ്റ്റ് വേ സ്റ്റഡി ആസ് 2 സെപ്പറേറ്റ് 1-dimensional മോഷൻ. അതാണ് നമ്മുടെ വഴി. ഈ പ്രോപ്പർട്ടീസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതാണ് അതിന്റെ ഒരു ഗ്രാഫ്. ഇതിൽ ഞാൻ ഇനീഷ്യൽ വെലോസിറ്റിക്ക് u എന്നാണ് കൊടുത്തത്, v0 എന്നല്ല, u എന്നാണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം, ഇനീഷ്യലി ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ. അതിന് ഞാൻ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നു. ഒന്ന് u cos തീറ്റ, u x കമ്പോണന്റ്, u cos തീറ്റ, y കമ്പോണന്റ്, u sin തീറ്റ. തീറ്റ ഇസ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. പിന്നെ ഈ പ്രൊജക്ടൈൽ ഇങ്ങനെ മൂവ് ചെയ്ത് സമയം മുന്നോട്ട് പോകും തോറും അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കുറഞ്ഞു, uy എന്ന് പറയുന്ന ആൾ കുറഞ്ഞു വരും. ഇവിടെ uy 0 ആയി. ux-ന് ഒരു മാറ്റവുമില്ല. ux എല്ലായിടത്തും ux cos തീറ്റ തന്നെയാണ്. അറ്റ് മാക്സിമം ഹൈറ്റ് uy is equal to 0. പിന്നെ അത് uy-യുടെ ഡയറക്ഷൻ മാറും. ഇതിൽ u എന്നാണ് വെലോസിറ്റി കൊടുത്തിട്ടുള്ളത്, ഡയറക്ഷൻ മാറും. അങ്ങനെ ആ പ്രൊജക്ടൈൽ തിരിച്ചു. അപ്പൊ ഈ ഗ്രൗണ്ട് സർഫസിൽ നിന്നും അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യുന്ന ആ ഒരു ലെവലിൽ നിന്നും
maximum y direction എത്തുന്ന maximum displacement of the projectile is called maximum height. The maximum displacement along the y direction from the plane of projection is called maximum height. ഈ ഡിസ്റ്റൻസിന് the maximum horizontal displacement from the point of projection is called horizontal range. Horizontal range ആണ് ഈ ഡിസ്റ്റൻസ്. O മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. അതൊക്കെ ഇനി പറയും. സോ ഒരിക്കൽ കൂടി പറയാണ്, ഈ പ്രൊജക്ടൈൽ മോഷന്റെ ആ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം, സവിശേഷതകൾ എന്തൊക്കെയാണ്. ഇനി നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ അതിന്റെ മാത്തമാറ്റിക്സോടുകൂടി പഠിക്കാൻ പോവാം. അപ്പോൾ അതിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി യു എന്നെടുത്താൽ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് യു കോസ് തീറ്റ, യു എസ്. ആൻഡ് ദി വെർട്ടിക്കൽ കമ്പോണന്റ് ഈസ് യു സൈൻ തീറ്റ. ആക്സിലറേഷൻ ഓഫ് ഇറ്റ് ഈസ് മൈനസ് ജി. എക്സ് കമ്പോണന്റ് ഓഫ് എക്സ് ആക്സിന് അലോങ് ആയിട്ട് ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. ഈ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ്. സോ എ വൈ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് മൈനസ് ജി. മൈനസ് ജി എന്ന് കൊടുക്കാൻ കാരണം അലോങ് ദി നെഗറ്റീവ് വൈ ആണ്. ആ ചിത്രം ഞാൻ ഇതൊന്ന് നോക്കി ഈ ഒരു കാര്യങ്ങൾ യു എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ എന്താണ്, യു വൈ യു സൈൻ തീറ്റ എന്താണ്, എ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്, എ വൈ ഈക്വൽ ടു മൈനസ് ജി ആണ്. ഈ കാര്യങ്ങൾ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് കൃത്യമായിട്ട് മനസ്സിലായാലേ ബാക്കി. ഇതാണ് ഇതിന്റെ ബേസ്. ഇത് മനസ്സിലാക്കണം. ഇത് ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. അതിനെ റിസോൾവ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കമ്പോണന്റ് ആക്കി, ഒന്ന് യു എക്സും ഒന്ന് യു വൈയും. യു എക്സിന്റെ മാഗ്നിറ്റ്യൂഡ് യു എക്സ് അല്ലെങ്കിൽ എക്സ് കമ്പോണന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് യു എക്സ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് യു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ. തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്. അപ്പൊ എക്സ് കമ്പോണന്റിന് വെക്ടറായിട്ട് എഴുതിയാൽ യു കോസ് തീറ്റ ഐ എന്ന് എഴുതാം, ഐ ക്യാപ്പ് എന്ന് എഴുതാം. വൈ കമ്പോണന്റിന് യു സൈൻ തീറ്റ ജെ ക്യാപ്പ് എന്ന് എഴുതാം. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ യു ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഐ ക്യാപ്പ് പ്ലസ് യു സൈൻ തീറ്റ ജെ ക്യാപ്പ് എന്ന് എഴുതാം, കമ്പോണന്റ് ഫോമിൽ എഴുതും. ഓക്കെ. പിന്നെ ഇനി ആക്സിലറേഷനിലേക്ക് പോയാൽ എക്സ് ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ എഴുതി എ എക്സ് ഇസ് ഈക്വൽ ടു 0. വൈ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ട്, അതിന്റെ വാല്യൂ നമുക്കറിയാം, -9.8 അല്ലെങ്കിൽ -e. ഇതുകൊണ്ട് മൈനസ് വന്ന് നമ്മളെ കൺവെൻഷൻ അനുസരിച്ച് നമ്മൾ എടുത്തത് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ. വൈ ഡയറക്ഷന്റെ പോസിറ്റീവ് വൈ ആക്സിസ് ഈസ് അപ്വേർഡ്, വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വൈ ഡയറക്ഷൻ. സോ മൈനസ്. ഇതൊന്ന് നോക്കി മനസ്സിലാക്കണം ഈ മോഷനും ഈ കാര്യം. ഓക്കെ. അപ്പൊ നോട്ടിലേക്ക് ഇത്രയും കാര്യങ്ങളിലൊന്നും വിടാനില്ല, എല്ലാം എഴുതുക. പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ എന്നുള്ള ഈ 6 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് നേരിട്ടൊരു ചോദ്യമായിട്ട് വരില്ല. പക്ഷെ പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ട്രൂ ഓർ ഫാൾസ്, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ വരാറുണ്ട്. പ്രൊജക്ടൈൽ മോഷനെ കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്തിരിക്കുന്നു. ആൻഡ് say whether they are true or false, അല്ലെങ്കിൽ ചൂസ് ദി റോങ് സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെയൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി തറോ അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷന്റെ പ്രോപ്പർട്ടീസ് കൃത്യമായി മനസ്സിലാക്കിയാൽ അത് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ലിസ്റ്റ് ചെയ്ത് തന്നെ പറഞ്ഞത്. അത് അതിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്, അത് മനസ്സിലാക്കണമെന്ന്. ഓക്കെ. കുറച്ച് സമയം നിങ്ങളത് നോട്ട് എഴുതിയെടുക്കണം. ബാക്കിൽ സ്ലൈഡ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അഥവാ പ്രയാസം നേരിടുകയാണെങ്കിൽ ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ. എല്ലാ പേജിലും ഈ ചിത്രം വരച്ച് വെക്കേണ്ട, ഒരിക്കൽ വരച്ചാൽ മതി. ഞാനിങ്ങനെ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് എല്ലാ സ്ലൈഡിലേക്കും എടുത്തിട്ടതാണ്. ഓക്കെ. അപ്പൊ എക്സ് ആൻഡ് വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആഫ്റ്റർ ടി സെക്കൻഡ്. നമുക്ക് ഇനീഷ്യൽ തുടങ്ങുമ്പോഴുള്ള എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റിയും വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റിയും കിട്ടി. എക്സ് കമ്പോണന്റ് യു കോസ് തീറ്റ, വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു സൈൻ തീറ്റ. ആക്സിലറേഷനും കിട്ടി. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇനി ഇതിൽ രണ്ട് ആക്സിസിന് അലോങ് ആയിട്ടുള്ള മോഷനായിട്ട് പഠിക്കാൻ പോകും. അപ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ നോക്കാം. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എത്ര സമയം കഴിഞ്ഞാലും മാറില്ല, ബിക്കോസ് ദർ ഇസ് നോ ആക്സിലറേഷൻ ഇൻ ദി എക്സ് ഡയറക്ഷൻ. വെലോസിറ്റി മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ആക്സിലറേഷൻ ഉണ്ട് എന്നാണല്ലോ. ബിക്കോസ് വെലോസിറ്റി മാറിയാൽ ആക്സിലറേഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറില്ല, കോൺസ്റ്റന്റ് ആണ്. സോ ദ വെലോസിറ്റി അലോങ് ദി എക്സ് ഡയറക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ് വിച്ച് ഈസ് യു കോസ് തീറ്റ. അത് മാറൂല എത്ര സമയം കഴിഞ്ഞാൽ. സോ വി എക്സ് ടി വിൽ ബി ഈക്വൽ ടു യു കോസ് തീറ്റ വിച്ച് ഈസ് എ കോൺസ്റ്റന്റ്. ഇനി വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി നോക്കാം. വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ടി സെക്കൻഡ് കഴിയുമ്പോഴുള്ള വെലോസിറ്റിയെ ഞാൻ വി വൈ ടി എന്ന് വിളിക്കുന്നു.
which is equal to Vyt is equal to Vy0 plus Ayt. ഏത് ഇക്വേഷൻ ആണ്? V equal to U plus At എന്നുള്ള വൺ ഡയമെൻഷണൽ മോഷന്റെ ഇക്വേഷൻ ആണിത്. മനസ്സിലാക്കുക. V equal to U plus At. Y ഡയറക്ഷനിലാണ്, അതുകൊണ്ട് Vക്ക് പകരം Vyt എന്ന് എഴുതി, Uക്ക് പകരം Vy0 എന്ന് എഴുതി, Ay പറഞ്ഞാൽ Y ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ Y ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം, ഇറ്റ് ഈസ് U sin തീറ്റ. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടു, U sin തീറ്റ ഈസ് ദി ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദി Y ഡയറക്ഷൻ. Ay എന്ന് പറയുന്നത് നേരത്തെ കണ്ടു, ഇറ്റ് ഈസ് മൈനസ് g, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ U sin തീറ്റ മൈനസ് gt. സോ ഇക്വേഷൻ കിട്ടി, Vyt is equal to U sin theta minus gt. So this gives the velocity of the projectile at any time t. projectile launch ചെയ്യുന്ന സമയം t equal to 0 എന്ന് എടുക്കുക. So the time you launch the projectile is t equal to 0. Then thereafter, after any time t seconds കഴിയുമ്പോൾ ആ projectile vertical component of the velocity അല്ലെങ്കിൽ y component of the velocity, or the velocity of the projectile in the vertical direction, or the velocity of the projectile in the y direction, എല്ലാം ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അത് എന്താണ്? It is U sin theta, that is the initial velocity in the y direction minus g. The equation is nothing but U plus At എന്നുള്ള ഇക്വേഷൻ ആണ്. മനസ്സിലായല്ലോ ഇത് വന്നത്? അപ്പോൾ x ഡയറക്ഷനിലുള്ള വെലോസിറ്റി കിട്ടി, y ഡയറക്ഷനിലുള്ള വെലോസിറ്റി കിട്ടി, വെലോസിറ്റികൾ കണ്ടെത്തി. t സെക്കൻഡ് കഴിയുമ്പോൾ x ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇതായിരിക്കും, എപ്പോഴും ഇതായിരിക്കും. t സെക്കൻഡ് കഴിയുമ്പോൾ y ഡയറക്ഷനിലുള്ള വെലോസിറ്റി പക്ഷേ ഇതിൽ t കടന്നു വരുന്നത്, സോ സമയം മാറിക്കൊണ്ടിരിക്കും. അതിനുള്ള ഇക്വേഷൻ ആണ് ഈ തന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സമയത്തുള്ള വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ x കമ്പോണന്റ് ഇൻറ്റു i ക്യാപ് പ്ലസ് y കമ്പോണന്റ് ഇൻറ്റു j ക്യാപ്. അപ്പോൾ എനിക്ക് എഴുതാം വെലോസിറ്റി വെക്ടർ v ഈക്വൽ ടു, അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വെക്ടർ ആഫ്റ്റർ t സെക്കൻഡ് ഈസ് അതിന്റെ x കമ്പോണന്റ് ഇൻറ്റു i ക്യാപ് പ്ലസ് അതിന്റെ y കമ്പോണന്റ് ഇൻറ്റു j ക്യാപ്. സോ u cos തീറ്റ i ക്യാപ് പ്ലസ് u sin തീറ്റ മൈനസ് gt ഇൻറ്റു j ക്യാപ്. ഇതാണല്ലോ vy, ഇത് vx1. രണ്ട് കമ്പോണന്റ് കിട്ടിയാൽ എനി വെക്ടർ a ഈക്വൽ ടു axi പ്ലസ് ayj എന്ന് എഴുതുന്ന പോലെ വെലോസിറ്റി വെക്ടർ vt ഈസ് ഈക്വൽ ടു അതിന്റെ x കമ്പോണന്റ് i ക്യാപ് പ്ലസ് അതിന്റെ y കമ്പോണന്റ് j ക്യാപ് എന്ന് എഴുതിയാൽ ദിസ് റെപ്രസെന്റ്സ് ദി വെലോസിറ്റി വെക്ടർ ആഫ്റ്റർ t സെക്കൻഡ് ഫ്രം ദി മൊമെന്റ് യു ലോഞ്ച്ഡ് ദി പ്രൊജക്ടൈൽ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ കണ്ടാൽ തന്നെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാൻ കഴിയും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് vxt സ്ക്വയർ പ്ലസ് vyt സ്ക്വയർ എന്ന് പറഞ്ഞാൽ vxt എത്രയാണ്? u square cos square theta root of u square cos square theta plus u sin theta minus gt the whole square. ഈ റൂട്ട് കണ്ടാൽ that will give you the magnitude of the velocity. ആ പ്രൊജക്ടൈലിന്റെ t സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയും. ഈ ഇക്വേഷൻ അവിടെ vxt-ക്ക് u cos theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, vyt-യുടെ സ്ഥാനത്ത് u sin theta minus gt എന്നുള്ള വാല്യൂ എത്രയാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റൂട്ട് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് റൂട്ട് കണ്ടാൽ നിങ്ങൾക്ക് വെലോസിറ്റി. സോ നൗ പ്രൊജക്ടൈൽ മോഷന്റെ പഠനം നമ്മൾ ഏതാണ്ടായി കഴിഞ്ഞു. കാരണം എന്താണ്? ഇതിന്റെ വെലോസിറ്റി ഏത് സമയത്തും പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റും. നമ്മൾ ഒരു നിശ്ചിത ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു നിശ്ചിത ആംഗിളിൽ ലോഞ്ച് ചെയ്ത ഒരു പ്രൊജക്ടൈൽ, ഇറ്റ് മേ ബി എ ഷെൽ, ഇറ്റ് മേ ബി എ ബുള്ളറ്റ്, ഇറ്റ് മേ ബി സംതിങ് എൽസ്, എന്തോ ആയിക്കോട്ടെ, ആ ഷെല്ലിന്റെ ആ ബുള്ളറ്റിന്റെ അത് എങ്ങനെ പോകുന്നു എന്നാണ് നമുക്ക് കാണേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആ t സെക്കൻഡ് കഴിഞ്ഞാൽ അതിന് എത്ര വേഗത ഉണ്ടാകും, അതിന്റെ x ദിശയിൽ എത്രയാണ് അതിന്റെ വേഗത, y ഡയറക്ഷനിൽ എത്രയാണ് അതിന്റെ വേഗത എന്നൊക്കെ പറയാൻ ഇപ്പോൾ നമുക്ക് കഴിയും. വി ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ t സെക്കൻഡ്. നമ്മുടെ കയ്യിൽ നിന്ന് പോയതിന് ശേഷം നമ്മൾ റോക്കറ്റ് ലോഞ്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ഷെൽ ലോഞ്ചർ ആണെങ്കിൽ ആ ലോഞ്ചറിന് ലോഞ്ച് ചെയ്തതിന് ശേഷം ആ ഷെല്ലിന് ഓരോ t സെക്കൻഡ് കഴിയുമ്പോൾ അത് എത്ര വേഗത അറ്റൈൻ ചെയ്യും, അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് അത് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ x ഡയറക്ഷനിലുള്ള എത്ര വേഗതയുണ്ട്, അതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വേഗത എത്രയാണ്, ഇതൊക്കെ ഇപ്പൊ പറയാൻ നമുക്ക് കഴിയും. ഓക്കെ, ഇനി പൊസിഷൻ കാണും. അതുകൊണ്ട് മാത്രം മോഷൻ കംപ്ലീറ്റ് ആയില്ലല്ലോ. ടു സ്റ്റഡി ദി മോഷൻ കംപ്ലീറ്റ്ലി യു നീഡ് ടു പ്രെഡിക്റ്റ് ദി പൊസിഷൻ ആഫ്റ്റർ t സെക്കൻഡ്. മോഷൻ പഠനം കംപ്ലീറ്റ് ആയി എന്ന് പറയണമെങ്കിൽ, അതിന്റെ മോഷൻ കംപ്ലീറ്റ് ആയി ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ലോഞ്ച് ചെയ്തതിന് ശേഷം t സെക്കൻഡ് കഴിയുമ്പോൾ അത് എവിടെ ആയിരിക്കുമെന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. So that is the duty of physics, to predict about the position of a particle at any time during its motion. If you know the initial condition, the initial conditions, what are the initial position coordinates, and what is the initial velocity, and what is the acceleration. The അറിയാമെങ്കിൽ you should be able to predict the position of the particle at any later time. ഇതാണ് നമ്മൾ ഫിസിക്സിലെ സ്റ്റഡി ഓഫ് മോഷനിൽ ചെയ്യുക.
അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾക്ക് എക്സ് ടി സെക്കൻഡ് കഴിയുമ്പോഴുള്ള ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് കാണണം ആദ്യം. ദാറ്റ് ഈസ് x0. ഇനീഷ്യലി അത് എവിടെയായിരുന്നു, അതിലേക്ക് എന്ത് കൂട്ടണം? ഇനി എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇൻടു ടൈം. ഏതാണ് ഇക്വേഷൻ? xt is equal to x0 plus v0t plus half a t square എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ 1 ഡയമെൻഷൻ മോഷനിൽ പഠിച്ചിട്ടുണ്ട്. അത് എക്സ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ ഇല്ല. അപ്പൊ a0 ആണ്, എക്സ് ഡയറക്ഷനിലുള്ള മോഷന് a0 ആണ്. അപ്പൊ അതെന്താവും? xt is equal to x0 plus v0t എന്നാവും. ആ v0 ആണ് ഇവിടുത്തെ u cos theta. Initial velocity in the x direction is u cos theta. So this equation is nothing but xt is equal to x0 plus v0t plus half a t square എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കുന്നതാണ് for the motion along x direction. So the x coordinate നമ്മൾക്കിപ്പോൾ കൃത്യമായിട്ട് predict ചെയ്യാം. ഇനി y coordinate ഇതേപോലെ predict ചെയ്യണം. y coordinate predict ചെയ്യുമ്പോൾ അവിടെ acceleration ഉണ്ടാവും. So yt, y coordinate, y position of that particle after t seconds is y0, the initial coordinate, initial y coordinate or initial position along the y direction, plus vy0t. vy0 is the initial velocity in the y direction, which is u sin theta. So this will become u sin theta t later, plus half ay t square. In half ay t square, where ay is the acceleration in the y direction. x ഡയറക്ഷനിലെ ആക്സിലറേഷൻ 0 ആയിരുന്നു, ax 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ടി സ്ക്വയർ ടേം ഒക്കെ പോയത്. ഇവിടെ പക്ഷേ ay 0 അല്ല, ay എത്രയാണെന്ന് നമുക്കറിയാം, -v ആണെന്ന് നമുക്കറിയാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ yt equal to y0 plus vy0ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഇറ്റ് ഈസ് u sin theta. u sin theta കണ്ടല്ലോ, y ഡയറക്ഷനിലുള്ള വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദി y ഡയറക്ഷൻ ഈസ് u sin theta into t. പിന്നെ ആക്സിലറേഷൻ എന്ത് കൊടുക്കണം? -t. So minus half dt. So this and here x0, y0 is the initial position. ഈ എറിയുന്ന ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് x0, y0. നോർമലി നമ്മൾ എന്ത് ചെയ്യും? കൺവീനിയൻസിന് വേണ്ടിയിട്ട് എവിടെ നിന്നാണോ പ്രൊജക്ടൈലിനെ ലോഞ്ച് ചെയ്യുന്നത് ആ പോയിന്റ് ഒറിജിൻ ആയിട്ട് അങ്ങനെ ചൂസ് ചെയ്താൽ മതി. അപ്പൊ x0 എന്താവും? 0 ആവും, y0 0 ആയിക്കോളും. So that is easy. x0 y0യും ഒരു പ്രശ്നമല്ല. So usually we choose the point of projection as the origin and the x-axis along the surface, horizontal surface, and y-axis along the vertical direction. ഇങ്ങനെയാണ് അതിന്റെ കൺവെൻഷൻ. അപ്പൊ നോക്കൂ നിങ്ങൾ, നമുക്ക് എന്തൊക്കെ കഴിയും? നമ്മൾ ഒരു ഗിവൺ ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു ഗിവൺ ആംഗിളിൽ ഒരു വസ്തുവിനെ പ്രൊജക്ട് ചെയ്താൽ ടി സെക്കൻഡ് കഴിയുമ്പോൾ അത് എവിടെയായിരിക്കുമെന്ന് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. ആൻഡ് മോർ ഓവർ ടി സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി, അതിന്റെ സ്പീഡ് എത്രയാണ്, എത്ര സ്പീഡിലാണ്. ഫോർ എക്സാമ്പിൾ, യു ആർ ലോഞ്ചിങ് സം ഷെൽ ടു എ ടാർഗറ്റ്, ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ്. ആ ബിൽഡിങ്ങിൽ അത് ഹിറ്റ് ചെയ്യുമ്പോൾ ബിൽഡിങ്ങിന്റെ കോർഡിനേറ്റ്സ്, ലൊക്കേഷൻ, ബിൽഡിങ്ങിന്റെ അപ്പർ സൈഡില് ഏതോ ഒരു മിഡിൽ പോയിന്റിലാണ് ഹിറ്റ് ചെയ്യാൻ നമ്മൾ ടാർഗറ്റ്. അപ്പൊ അത് അവിടെ ടി സെക്കൻഡ്, എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുക നമുക്ക് കാണാം. അല്ലെങ്കിൽ ടി സെക്കൻഡ് കഴിയുമ്പോൾ അത് ഏത് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക എന്ന് ഏത് പോയിന്റിൽ നമുക്കറിയാം, കണ്ടെത്താൻ പറ്റും. മാത്രവുമല്ല, അത് ആ ബിൽഡിങ്ങിന് ഹിറ്റ് ചെയ്യുമ്പോൾ ആ ഷെല്ലിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ടോട്ടൽ വെലോസിറ്റി എത്രയാണെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. പ്രഡിക്ഷൻ മാത്രമല്ല, അത് ദാറ്റ് ഇസ് ദി ഫാക്ട്. ഓൺലി തിങ് ഈസ് ദാറ്റ് വെൻ ഇറ്റ് കംസ് ടു പ്രാക്ടിക്കൽ മോഷൻ, ഒരു പ്രായോഗികമായിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ ചില പ്രയാസങ്ങളുണ്ട്. ഒരുപാട് ലോങ് ആയിട്ടുള്ള ജേണിയൊക്കെയാണ് ഈ പ്രൊജക്ടൈലിനുള്ളത് എങ്കിൽ എയർ റെസിസ്റ്റൻസ് നന്നായിട്ട് എഫക്ട് ചെയ്യും. അപ്പം അതിന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പാത്തിൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്യാം. ചെറിയ ദൂരങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കിട്ടുന്ന പാത്ത് കറക്റ്റ് ആയി, വലിയ മാറ്റം. പിന്നെ വലിയ പ്രൊജക്ടൈലൊക്കെ ലോങ് റേഞ്ചിലുള്ള മിസൈൽസ് പോലെയുള്ള പ്രൊജക്ടൈൽ മോഷൻ ഉപയോഗിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടി വരും. അത് സ്പേസിലൂടെയൊക്കെ പോയിട്ടാണ് ടാർഗറ്റ്, തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള ടാർഗറ്റിലേക്കാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ അത്തരം കേസുകളിലൊക്കെ ചെയ്യുമ്പോൾ വേറൊരു വിഷയം കൂടി ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എർത്തിന്റെ സർഫസിന്റെ ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്ററിന്റെ റേഞ്ചിലൊക്കെ ജിക്കുള്ള വേരിയേഷൻ നമുക്ക് നെഗ്ലക്ട് ചെയ്യും. മിസൈൽസ് ഒക്കെ പോലെയുള്ള വളരെ ഹൈറ്റിൽ സ്പേസിലേക്ക് വളരെ ലാർജ് ആയിട്ട് പോയിട്ട് പിന്നെ തിരിച്ച് ഭൂമിയിലെ ടാർഗറ്റിലേക്കൊക്കെ വരുന്ന രീതിയിലുള്ള പ്രൊജക്ടൈൽസിനെ കുറിച്ച് പഠിക്കേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? അവിടെ ജി കോൺസ്റ്റന്റ് ആൻഡ് അസംപ്ഷൻ ഒക്കെ മാറ്റി വെക്കേണ്ടി വരും. ജി അപ്പോൾ മാറും. ഓക്കെ, അതിലേക്കൊന്നും ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്തില്ല. പക്ഷെ അതിന്റെയൊക്കെ ബേസ് ഇവിടെ തന്നെയാണ്, അതാണ് മനസ്സിലാക്കുന്നത്. ബേസിക് ഐഡിയ ഈസ് ദ സെയിം തിങ്. അത്തരം കറക്ഷൻ ഫാക്ടേഴ്സ് പിന്നീട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ.
ടി സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ എറിഞ്ഞു വിട്ട കല്ലിന്റെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എറിഞ്ഞ കല്ലിന്റെ പൊസിഷൻ കോർഡിനേറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. എക്സ് ടിയും വൈ ടിയും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, that is what you in physics this means that you have completely described the motion of that projectile. ഇങ്ങനെ പൊസിഷൻ കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ ബോഡിയെ കീഴടക്കി, അതിന്റെ മോഷൻ നിങ്ങൾ പഠിച്ചു. യു ക്യാൻ പ്രെഡിക്റ്റ്. അപ്പോൾ ദീസ് ആർ ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ പ്രൊജക്ടൈൽ. ഇനി ബാക്കി ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഈ പ്രൊജക്ടൈലിന് രണ്ട് സെപ്പറേറ്റ് ഇതായിട്ട് എഴുതാം. എക്സ് ഡയറക്ഷനിലെ മോഷനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് ഇന്നതൊക്കെയാണ്, വൈ ഡയറക്ഷനിലെ മോഷനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് ഇന്നതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതാം. ആൻഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടു സ്റ്റഡി ദി ഫർദർ പാരാമീറ്റേഴ്സ് ഓഫ് ദിസ് പ്രൊജക്ടൈൽ. ഈ പ്രൊജക്ടൈലിന് കുറെ പാരാമീറ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊജക്ടൈലിന്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന പൊതുവായിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇപ്പം ഈ പറഞ്ഞത്. അതിന്റെ ഇനിയും ഒന്ന് രണ്ട് ഇക്വേഷൻസ് കൂടി നമുക്ക് എഴുതാം. ഇത്രയും മനസ്സിലായല്ലോ. എക്സ് ഡയറക്ഷനിലുള്ള ഇക്വേഷനും മോഷനുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് എക്സ് ഡയറക്ഷനിലെ പൊസിഷൻ കാണാനും എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ, വൈ ഡയറക്ഷനിലെ പൊസിഷൻ കാണാനും വൈ ഡയറക്ഷനിലെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഇത് വിത്ത് ഈ ഇക്വേഷനിലൊക്കെ ടൈം കടന്നു വരുന്നുണ്ട്. ഇത് ടൈം ഇല്ലാത്ത ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നോട്ടിലേക്ക് എഴുതിയ ഓക്കെ, ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി പകർത്തണം. എന്തിനാണ് ഇതൊക്കെ എന്ന് ചോദിച്ചാലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ നമ്മൾ ഗൈഡഡ് നാവിഗേഷൻസിലൊക്കെ തന്നെ പ്രൊജക്ടൈൽ മോഷന്റെ ഒരു പാർട്ട് കയറി വരും. ഇവിടെ ഞാൻ പറഞ്ഞത് എയർ റെസിസ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. ലോങ് റേഞ്ചിലൊക്കെ പോകുന്ന, വളരെ ഹൈറ്റിലൂടെയൊക്കെ പോകുന്ന മിസൈൽസ് പോലെയുള്ള ഗൈഡഡ് സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും അതിന്റെയൊക്കെ പിന്നിൽ ദിസ് പ്രിൻസിപ്പിൾ ഈസ് വിത്തൗട്ട് ദീസ് തിങ്സ് ദേ കനോട്ട് വർക്ക്. ഇനി നമുക്ക് വൺ ഡയമെൻഷൻ മോഷൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലെങ്കിൽ വി ടി വി വൈ വി എക്സ് അല്ലെങ്കിൽ വി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സീറോ സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു എക്സ് ടി മൈനസ് എക്സ് സീറോ എന്നുള്ള ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ പ്രൊജക്ടൈൽ മോഷനിൽ ഉപയോഗിക്കാൻ പറ്റും, അത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താണ് വി സ്ക്വയർ എന്ന് എഴുതിയാൽ ക്ലിയർ ആവില്ല. നമുക്ക് ഏത് ഡയറക്ഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് ഇക്വേഷൻ എഴുതുന്നതെന്ന് സ്പെസിഫൈ ചെയ്യണം. ഒന്നുകിൽ അത് എക്സ് ഡയറക്ഷനിലുള്ളതാവാം അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലുള്ളതാവാം. സോ ഫോർ വൈ ഡയറക്ഷൻ വി വൈ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി വൈ സീറോ സ്ക്വയർ പ്ലസ് 2ay ഇൻറ്റു വൈ ടി മൈനസ് വൈ സീറോ. എന്തുകൊണ്ടാണ് ഇത് എക്സ് ഡയറക്ഷനിൽ ഇത് എഴുതാത്തത്? കാരണം എക്സ് ഡയറക്ഷനിൽ വി വൈ ടിയും വി വൈ സീറോയും സെയിം എന്നായിരിക്കും. സോറി, വി എക്സ് ടിയും വി എക്സ് സീറോയും സെയിം എന്നായിരിക്കും. കാരണം എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി മാറുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ ഏത് ഇക്വേഷനാണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സീറോ സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു എക്സ് ടി മൈനസ് എക്സ് സീറോ എന്നുള്ളതിന്റെ ഇക്വേഷൻ ഞാൻ വൈ ഡയറക്ഷനിലേക്ക് മാറ്റി എഴുതിയതാണ്. വി വൈ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി വൈ സീറോ സ്ക്വയർ പ്ലസ് 2ay ഇൻറ്റു വൈ ടി മൈനസ്. അപ്പൊ ഇവിടെ ayക്ക് ഞാൻ ഈ മൈനസ് ടി എന്ന് കൊടുത്തു. സോ ദെൻ ദി ഇക്വേഷൻ ബിക്കം വി വൈ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി വൈ സീറോ സ്ക്വയർ മൈനസ് 2g വൈ ടി മൈനസ്. So all the equations you learned in the one-dimensional motion you can apply here, but the one thing is that you should consider motion along the x direction and motion along the y direction. രണ്ടും കൺസിഡർ ചെയ്യണം. ഇത്രേ ഉള്ളൂ. രണ്ടും വൺ ഡയമെൻഷണൽ മോഷൻ ആണ്. ആ രണ്ട് വൺ ഡയമെൻഷണൽ മോഷനും കൂടി കൂടിയതാണ് ടു ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ പ്രൊജക്ടൈൽ. ദെൻ വാട്ട് ആർ ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ പ്രൊജക്ടൈൽ? അപ്പോൾ ഹൊറിസോണ്ടൽ മോഷൻ നമുക്ക് ഇക്വേഷൻസ് എഴുതാം, അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ ഇക്വേഷൻസ് എഴുതാം, വെർട്ടിക്കൽ മോഷൻ ഇക്വേഷൻസ് എഴുതാം, അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലുള്ള മോഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇക്വേഷൻസ് എഴുതാം. ഒന്ന് ഹൊറിസോണ്ടൽ മോഷൻ ആണ് എഴുതുന്നത്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ആക്സിലറേഷൻ ഇല്ല. സോ ദി ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഈസ് ax is equal to 0. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആഫ്റ്റർ t സെക്കൻഡ് dxt is equal to u cos theta. ഇനീഷ്യൽ വെലോസിറ്റി തന്നെയാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി ആണ് u cos theta. അത് തന്നെയാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള പൊസിഷൻ ആഫ്റ്റർ t സെക്കൻഡ്. ഇനീഷ്യൽ പൊസിഷൻ എക്സ് ഡയറക്ഷനിലെ ഇനീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ എക്സ് കോർഡിനേറ്റ് പ്ലസ് വെലോസിറ്റി ഇൻ ദി എക്സ് ഡയറക്ഷൻ ഇൻടു ടൈം. ആക്സിലറേഷന്റെ ടേം വരില്ല, 0 ആവും, നേരത്തെ പഠിച്ചത്. ഇനി ഇതേപോലെ വൈ ഡയറക്ഷനിൽ എഴുതുമ്പോൾ ay 0 അല്ല, മൈനസ് g ആണ്. വി വൈ ടി എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ മാത്രമല്ല മൈനസ് ജി ടി ഉണ്ട്. യു സൈൻ തീറ്റ മൈനസ് ജി ടി. ഈ വൈ ടി എന്ന് പറഞ്ഞാൽ y 0 പ്ലസ് യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ദിസ് ഈസ് എക്സ് ടി ഈസ് ഈക്വൽ ടു x 0 പ്ലസ്
v0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണ്. ഇനി ഈ y ഡയറക്ഷനിലെ മോഷൻ ഈ ഇക്വേഷനും കൂടി എഴുതാം. y ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആഫ്റ്റർ t സെക്കൻഡ് ദാറ്റ് ഈസ് vyt സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ ഓഫ് t വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ മൈനസ് 2g ഇൻറ്റു y കമ്പോ ഇനി t സെക്കൻഡ് കഴിയുമ്പോഴുള്ള y കോർഡിനേറ്റ് മൈനസ് ഇനീഷ്യൽ y കോർഡിനേറ്റ്. ഇത് yt മൈനസ് y0 is the displacement in the y direction. yt minus y0 is the displacement in the y direction. x0 y0 is the initial position and theta is the angle of projection and u is the initial velocity. എല്ലാ ആളുകളുമായി this is the equations for projectile motion in a nutshell. ഒരു കൺസൈസ് ആയിട്ട് എഴുതിയാൽ ഈ ഇക്വേഷൻസ് ആണ് പ്രൊജക്ടൈൽ ഒരു മൂവിംഗ് പ്രൊജക്ടൈലിനെ ഗവേൺ ചെയ്യുന്ന അതിന്റെ മോഷനെ പഠിക്കാൻ നമുക്കുള്ള ഇക്വേഷൻസ് ഇതാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രൊജക്ടൈലിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇത് എപ്പോൾ ചോദിച്ചാലും ഏത് സമയത്തും നിങ്ങൾക്ക് പ്രൊജക്ടൈലിൻ്റെത് അറിയണം. നിങ്ങൾ നോക്കുക, ഇതിൽ ഒന്നും തന്നെ പുതിയതല്ല. എല്ലാം നിങ്ങൾ വൺ ഡയമെൻഷണൽ മോഷനിൽ പഠിച്ച ഇക്വേഷൻ ആണ്. ഒരു ചെറിയ ട്രിക്കേ വേണ്ടു ഇതിനെ പ്രൊജക്ടൈൽ മോഷന്റെ കേസിൽ എഴുതാൻ. അതൊന്ന് എക്സ് ഡയറക്ഷനിൽ എഴുതും, ആക്സ് ഡയറക്ഷനിലുള്ള ടേംസ് ഒന്നും ഉണ്ടാവില്ല. കോർഡിനേറ്റ്സ് ഒക്കെ എക്സും വെലോസിറ്റി ഒക്കെ എക്സ് കമ്പോണന്റ് ആയിട്ടാണ് എഴുതേണ്ടത്. വൈ ഡയറക്ഷനിൽ എഴുതുമ്പോൾ എന്താണ് ആക്സിലറേഷൻ മൈനസ് ജി ഉണ്ട്. വെലോസിറ്റീസ് ഒക്കെ വി വൈ എന്നും വി വൈ സീറോ എന്നൊക്കെ എഴുതണം. പൊസിഷൻ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ അത് വൈ ടി വൈ സീറോ എന്നുള്ള ലേബലിൽ എഴുതണം. അത്രയേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ വൺ ഡയമെൻഷണൽ മോഷനിൽ പഠിച്ച ഇക്വേഷൻസ് മാത്രം മതി. ടു ഡയമെൻഷണൽ മോഷൻ മുഴുവനായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നോർമൽ പ്രൊജക്ടൈൽ മോഷൻ അറ്റ്ലീസ്റ്റ് ഫോർ പ്രൊജക്ടൈൽ മോഷൻ ഇറ്റ് വിൽ വർക്ക്. പ്രൊജക്ടൈൽ മോഷൻ ഇങ്ങനെ ഇക്വേഷൻസ് എഴുതി പഠിക്കും. പ്രൊജക്ടൈൽ മോഷന്റെ ഇക്വേഷൻസ് ഒക്കെ എല്ലാവരും നോക്കി മനസ്സിലാക്കുക. ഏതെങ്കിലും ഇക്വേഷനെ കുറിച്ച് ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ശരിക്കും മനസ്സിലാക്കണം. വെറുതെ കാണാതെ പഠിക്കുന്നതിലുപരി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ടൂൾസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി പ്രൊജക്ടൈൽ മോഷന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ കയ്യിലാക്കി. ഇനി ഈ പ്രൊജക്ടൈൽ മോഷനിലെ ഒരു പ്രൊജക്ടൈലിനെ നമ്മൾ സെൻഡ് ചെയ്താൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ കണ്ടെത്താൻ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ചില പാരാമീറ്റേഴ്സിന്, ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒന്ന് അറിയേണ്ടത് ഈ പ്രൊജക്ടൈൽ എത്രത്തോളം ഹൈറ്റിലേക്ക് പോകും. രണ്ടറിയേണ്ടത് ഈ പ്രൊജക്ടൈൽ എത്ര സമയം അതിന്റെ ഡെസ്റ്റിനേഷനിൽ ഫാൾ ചെയ്യാൻ എടുക്കും. അല്ലെങ്കിൽ ഈ പ്രൊജക്ടൈലിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റിലിരിക്കുന്ന പറക്കുന്ന സമയം എത്രയാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രൊജക്ട് ചെയ്ത ആ ലെവൽ വിട്ട് പോയി എയറിലൂടെ സഞ്ചരിച്ച് നമ്മൾ പ്രൊജക്ട് ചെയ്ത അതേ ലെവലിൽ വന്ന് ഹിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതായത് പ്രൊജക്ടൈൽ ഫ്ലൈറ്റിലായിരിക്കുന്ന സമയം അതെത്രയാണ്. പിന്നെ ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എവിടെ പോയിട്ടാണ് ഇത് പതിക്കുക, എത്ര എക്സ് ഡിസ്റ്റൻസ് എത്രയാണ് അതിന്റെ, എക്സ് ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് ആയിട്ടാണ്, എത്ര അപ്പുറത്താണ് ഇത് പോയിട്ട് പതിക്കുക. വൈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. സോ വാട്ട് ഈസ് ദി displacement along the horizontal direction when the projectile rebounds, reaches back on the earth surface. Okay, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് പ്രൊജക്ടൈലിനെ കുറിച്ച്. എപ്പോഴും പ്രൊജക്ടൈലിന്റെ അപ്ലിക്കേഷൻസിൽ പ്രൊജക്ടൈൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള അപ്ലിക്കേഷനൊക്കെ വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരും. അപ്പൊ ഇത് മൂന്നും എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് സെക്ഷനിൽ. മാത്രവുമല്ല പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ മൂന്ന് പാരാമീറ്ററിൽ ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതെങ്കിലും രണ്ടെണ്ണത്തിനുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക. അതിന് നിങ്ങൾ തുടങ്ങേണ്ടത്, അതിന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ടൂളാണ് ഈ പറഞ്ഞ പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യം വന്നാലും ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാവുന്നതാണ്. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് എന്ത് ക്വസ്റ്റ്യനും പ്രൊജക്ടൈലുമായി ബന്ധപ്പെട്ട എന്ത് ഡെറിവേഷനും പ്രോബ്ലം ഒക്കെ വന്നാലും ഇഫ് യു നോ ദിസ് തറോലി യു ക്യാൻ സോൾവ് ഇറ്റ്. അപ്പൊ അതില് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റീസ് ആണ് ദ മാക്സിമം ഹൈറ്റ് ദാറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ബൈ എ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ പ്രൊജക്ടൈലിന് ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതാണല്ലോ മാക്സിമം ഹൈറ്റ്. ദി ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷനിൽ പ്രൊജക്ടൈലിൽ കിട്ടുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതാണല്ലോ ഹൊറിസോണ്ടൽ റേഞ്ച്. പിന്നെ നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ലെറ്റ് us discuss these three quantities. വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡെറിവേഷൻ ഓഫ് എനി ടു ഏതെങ്കിലും രണ്ടെണ്ണം ചോദിക്കും, ഏതും വരാം. ഫസ്റ്റ്
ലെറ്റ് us consider maximum height. So എല്ലാവരും കൂടെ ഉണ്ടാവണം, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ ഉള്ളവർ പ്ലീസ് കം ബാക്ക്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട ഈ പാരാമീറ്റേഴ്സിന്റെ ഡെറിവേഷൻ. സോ നമ്മൾ അതിന്റെ ചിത്രം, പ്രൊജക്ടൈൽ മോഷന്റെ ചിത്രം വരക്കണം. ഇത്തരം ഡെറിവേഷൻ ചോദിച്ചാൽ നിങ്ങൾ ചിത്രം വരക്കണം. എന്നിട്ട് അതിൽ ചോദിച്ചിട്ടുള്ള സാധനം എന്താണോ അത് മാർക്ക് ചെയ്യണം. ഇവിടെ ഇപ്പോൾ മാക്സിമം ഹൈറ്റ് ആണ്, ഇതാണ് മാക്സിമം ഹൈറ്റ്. എ മുതൽ ഈ എക്സ് ആക്സിസിൽ നിന്ന് എയിലേക്കുള്ള പെർപെൻഡിക്കുലർ. സോ വൈ ഡയറക്ഷനിലുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് വൈ ആക്സിസ്. വൈ ഡയറക്ഷനിലുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് മാക്സിമം ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാൻ എന്തൊക്കെ ഐഡിയകളാണ് വേണ്ടത്, എന്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. നമ്മൾ നേരത്തെ പ്രൊജക്ടൈലിന്റെ മോഷൻ നമ്മൾ അനിമേഷനിലൊക്കെ കണ്ടു, നമ്മളതിന്റെ ഇക്വേഷനൊക്കെ എഴുതി. അപ്പോൾ അതിനൊക്കെ മനസ്സിലായ ഒരു കാര്യമുണ്ട്. മാക്സിമം ഹൈറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നിങ്ങൾ വൺ ഡയമെൻഷണൽ മോഷനിലേ പഠിച്ച കൺസെപ്റ്റ്, മാക്സിമം ഹൈറ്റിൽ എത്തിയാൽ വൺ ഡയമെൻഷണൽ മോഷനിൽ പറഞ്ഞു വെലോസിറ്റി 0 ആണ്. ഇവിടെ വെലോസിറ്റി 0 എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്ത് പറയാം, ദ വൈ കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി ഈസ് 0 വെൻ ദി പ്രൊജക്ടൈൽ ഈസ് അറ്റ് മാക്സിമം ഹൈറ്റ്. ദാറ്റ് ഈസ് ദി ക്രൂഷ്യൽ പോയിന്റ്. അതാണ് നിങ്ങളുടെ കയ്യിലുള്ള ക്ലൂ. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്യുന്നത്. വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി 0 ആകും എവിടെ എത്തുമ്പോൾ പ്രൊജക്ടൈൽ മാക്സിമം ഹൈറ്റ്. ദാറ്റ് ഈസ് അവർ. ഓക്കെ, അപ്പോൾ നമ്മൾ പതിവ് പോലെ കൺസിഡർ പാർട്ടിക്കിൾ പ്രൊജക്റ്റഡ് ഫ്രം ഒറിജിൻ. നമ്മൾ എന്താണ് പ്രൊജക്ട് ചെയ്യുന്ന പോയിന്റ് തന്നെയാണ് ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ എടുത്താൽ സൗകര്യം x0 0 y0 0 ആകും. നൗ ദി പ്രൊജക്ടൈൽ റീച്ചസ് മാക്സിമം ഹൈറ്റ്. പ്രൊജക്ടൈൽ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ വൈ ഡയറക്ഷനിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് എത്രയാണ്, ദാറ്റ് വിൽ ബി എച്ച്, ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ എച്ച് ആണ് ഞാൻ മാക്സിമം ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിച്ച ലെറ്റർ. സോ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ അത് ഒറിജിനാണ് കേട്ടോ പ്രൊജക്ട് ചെയ്തത്. ഇനീഷ്യലി y0 എന്ന് പറയുന്നത് 0 ആണ്. t സെക്കൻഡ് കഴിയുമ്പോൾ അത് എത്തുക എച്ചിലാണ്, ക്യാപിറ്റൽ എച്ചിലാണ്. അതിന്റെ വൈ കോർഡിനേറ്റ് ക്യാപിറ്റൽ എച്ച് ആയിരിക്കും, കാരണം ഇതാണല്ലോ വൈ കോർഡിനേറ്റ്, ഈ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് അതാണ് വൈ കോർഡിനേറ്റ്. സോ ക്യാപിറ്റൽ. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള വൈ കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി 0. ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ അല്ല നമുക്ക് ഈസി ആയിട്ട് അറിയുന്നതാണ് ദി ക്രൂഷ്യൽ പോയിന്റ് ഈസ്. ഇത് രണ്ടും അറിയാം, നേരത്തെ ഇക്വേഷൻസ് ഉള്ള ഒരു കുട്ടി. അത് നമ്മൾക്ക് കാണേണ്ടത് മാക്സിമം ഹൈറ്റ് എച്ച് ആണ്. നമുക്ക് അറിയുന്നത് വി വൈ ടി ആണ്. ടൈമിനെ കുറിച്ച് നമുക്കിപ്പോൾ ഇതിലൊന്നും പറയാനില്ല, ഒന്നും അതിന് തുല്യമൊന്നും അറിയില്ല. ടൈം എത്രയാവും, എപ്പോഴാണ് ഇത് ഇവിടെ എത്തുകയെന്ന് നമുക്ക് അറിയില്ല. സോ ദി ബെസ്റ്റ് വേ ഈസ് ലുക്ക് ഫോർ ആൻ ഇക്വേഷൻ ഇൻ ദി വൈ ഡയറക്ഷൻ. സോ വൈ ഡയറക്ഷനിലുള്ള മോഷനാണ്, കാരണം വി വൈ ടി 0 എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള തുറുപ്പ് ചീട്ട്. അത് നമ്മൾ വൈ ഡയറക്ഷനിലുള്ള മോഷനുള്ള ഇക്വേഷൻ ചെക്ക് ചെയ്യുക, ഇക്വേഷനുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. അതിൽ ഈ പറഞ്ഞ പോലെ ടൈമില്ലാത്ത ഈ വൈ ടിയും y0യും വി വൈ ടിയും വി വൈ 0യും ഒക്കെയുള്ള നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ആകെ അറിയുന്ന ക്വാണ്ടിറ്റി എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g അറിയാം. അതേ അറിയുള്ളൂ, വേറെ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വൈ ഡയറക്ഷനിലുള്ള മോഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് വൺ ഡയമെൻഷണൽ മോഷൻ എടുത്താണ്, ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നില്ല. സോ വി വൈ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി വൈ 0 സ്ക്വയർ മൈനസ് 2g ഇൻറ്റു വൈ ടി മൈനസ് y0. So this is the equation along the y direction. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y0 0 ആണ്, നമുക്കറിയാം ഒറിജിനിൽ നിന്നാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്. വൈ ടി ക്യാപിറ്റൽ എച്ച് ആണ്. വി y0 എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റയാണ്, നേരത്തെ നമ്മൾ കണ്ടു. നേരത്തെ ചിത്രത്തിൽ ഇവിടെ മാർക്ക് ചെയ്തിരുന്നു, ഇവിടെയാണ് യു സൈൻ തീറ്റ എന്ന്, ഇവിടെ യു കോസ് തീറ്റ എന്ന് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി റിസോൾവ് ചെയ്ത് മാർക്ക് ചെയ്തു. അപ്പോൾ വി y0 എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ, ദാറ്റ് ഈസ് ദി വെലോസിറ്റി അലോങ് ദി വൈ ഡയറക്ഷൻ, ഇനീഷ്യൽ വെലോസിറ്റി അലോങ് ദി വൈ ഡയറക്ഷൻ. ടോട്ടൽ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, അതിൽ ഇനീഷ്യൽ വെലോസിറ്റി അലോങ് ദി വൈ ഡയറക്ഷൻ യു സൈൻ. ആൻഡ് വി വൈ ടി ഈസ് 0. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കയ്യിലുള്ളത്. ഇതിൽ ഇതാണ് ഈ മാക്സിമം ഹൈറ്റിന് മാത്രം ബാധകമാവുന്നത്, ബാക്കിയൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതും മാക്സിമം ഹൈറ്റിലെത്തുമ്പോഴാണ് വൈ ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, വി വൈ ടി 0 വരും. അപ്പോൾ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു വി വൈ 0ക്ക് യു സൈൻ തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സ്ക്വയർ എടുക്കണം, മൈനസ് 2g ഇൻറ്റു വൈ ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആണ്, മൈനസ് y0 എന്ന് പറയുന്നത് 0 ആണ്, ബിക്കോസ് വി ആർ പ്രൊജക്ടിങ് ഇറ്റ് ഫ്രം ഒറിജിൻ. നേരത്തെ പറഞ്ഞു. അപ്പോൾ 2g ഇൻറ്റു എച്ച് മൈനസ് 0. എല്ലാ വാല്യൂസും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, റേറ്റ് ഒന്നും തെറ്റാനില്ല. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഈ ടേമിനോട് ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അങ്ങോട്ട് വരും, ഇസ് ഈക്വൽ ടു 2g ഇൻറ്റു എച്ച് എന്ന് വരും. അതിൽ നിന്ന് h is equal to u square sin square theta divided by 2. So you obtain the first equation. So the first important physical quantity related to the motion of a projectile is the maximum height up to which that projectile goes in air.
and that is given by the equation h is equal to u square sin square theta by 2. ഇനി നിങ്ങൾ ഇക്വേഷനിലേക്ക് സൂക്ഷിച്ച് നോക്കുക എന്തൊക്കെയാണ് ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇറ്റ് ഹൈഡ് സോ മെനി ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് അതിലുണ്ടായേക്കാം. അത് നിങ്ങൾ ഏത് ഇക്വേഷൻ കിട്ടിയാലും അതിനൊന്ന് അനലൈസ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ അനാലിസിസ് നടത്തിയാൽ നമുക്ക് കാണാൻ പറ്റും ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ഈസ് പ്രപ്പോർഷണൽ ടു യു സ്ക്വയർ. യു സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണ്. അത് നിങ്ങൾക്ക് കൂടുതൽ ഹൈറ്റിലേക്ക് ഒരു പ്രൊജക്ടൈൽ എത്തിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇനീഷ്യൽ വെലോസിറ്റിയിൽ എറിയണം. മറ്റൊരു വഴി എന്താണ്? ഇറ്റ് ഈസ് പ്രപ്പോർഷൻ ടു സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റന്റെ മാക്സിമം എത്താവുന്ന വാല്യൂ 1 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ 1 വരെ ആക്കാം. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റക്കും പ്രപ്പോർഷനിലാണ്. അതുകൊണ്ട് തീറ്റ കൂട്ടി കൊടുത്താൽ സൈൻ സ്ക്വയർ തീറ്റ കൂടും, സൈൻ തീറ്റ കൂടും. സൈൻ തീറ്റന്റെ വാല്യൂ തീറ്റ 0 ഡിഗ്രി ആകുമ്പോൾ 0 ആണ്, തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ 1 ആണ്. അതിന്റെ ഇടയിൽ അത് 0യുടെയും 1ന്റെയും ഇടയിലുള്ള വാല്യൂ ആണ് സൈൻ തീറ്റയ്ക്ക് വരും. അപ്പൊ സൈൻ സ്ക്വയറും അങ്ങനെ തന്നെ അതിനനുസരിച്ചുള്ള വാല്യൂ വരും. അപ്പോ മാക്സിമം ഹൈറ്റ് വർദ്ധിപ്പിക്കാൻ ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി ഇനീഷ്യൽ വെലോസിറ്റി മാക്സിമം കൊടുക്കുക. മറ്റൊന്നോ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ മാറ്റുക. നിങ്ങൾക്ക് പരമാവധി ഉയരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കൂട്ടി കൊണ്ടുവരണം. ഇനി മാക്സിമം ഹൈറ്റ് എത്തുക, ഈ എസിന്റെ മാക്സിമം ഹൈറ്റ് ഏറ്റവും വലിയ വാല്യൂ, പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ വാല്യൂ ഉണ്ടാവുമ്പോഴാണ് അത് ഈ സൈൻ സ്ക്വയർ തീറ്റ 1 ആകുമ്പോഴാണ്. സൈൻ സ്ക്വയർ തീറ്റ 1 ആവുക എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ 1 ആവും. സൈൻ തീറ്റ 1 ആവുക എന്ന് പറഞ്ഞാൽ തീറ്റ 90 ഡിഗ്രി ആവും. അപ്പൊ 90 ഡിഗ്രിയിൽ നിങ്ങൾ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ എത്തുന്ന ഹൈറ്റ് ആയിരിക്കും അതിന്റെ മാക്സിമം എത്താവുന്ന ഹൈറ്റ് ഫോർ എ ഗിവൺ യു. ഒരു ഇനീഷ്യൽ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ നിങ്ങൾ കല്ലിനെ ഒരു സ്റ്റോണിന്റെ വ്യത്യസ്ത ഡയറക്ഷനുകളിൽ എറിയുകയാണ്. മാക്സിമം ഹൈറ്റ് അതിന് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം ഹൈറ്റിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ കിട്ടുക 90 ഡിഗ്രിയിലാണ്. നമുക്ക് അറിയുന്നതാണ്, കോമൺ സെൻസ് വെച്ച് അറിയുന്നു, ഒരുപാട് ആലോചിക്കാനൊന്നും അതിലില്ല. ഓക്കെ, ശരിയാണല്ലോ. അപ്പൊ ഈ ഡെറിവേഷൻ എല്ലാവരും പഠിച്ചു. പ്രത്യേകിച്ച് 2-3 സ്റ്റെപ്പിൽ തീരുന്ന 2 സ്റ്റെപ്പ് കൊണ്ട് തീർക്കാവുന്ന സിമ്പിൾ ഡെറിവേഷൻ ആണ്. പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, so that is the equation for maximum height. മറ്റൊരു കാര്യം കൂടി പറയാട്ടെ. ഇത് പൊതുവായി ഈ ഡെറിവേഷനുമായി ബന്ധപ്പെട്ടല്ല, നോർമൽ വന്നപ്പോൾ പറയാം. ഇങ്ങനെ 2 ഡയമെൻഷണൽ മോഷന്റെ ജനറൽ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിരുന്നു. ആ പാത്തിന് ടാൻജൻഷ്യൽ ആയിരിക്കും ഇതിന്റെ വെലോസിറ്റി. അതാണ് ഇവിടെ ഈ വരത്തെ കാണാനുണ്ടോ, യു. ഇതിന്റെ ടോട്ടൽ വെലോസിറ്റി ഈസ് ആൾവേസ് ടാൻജൻഷ്യൽ. ഈ പരാബോളയുടെ ആ പോയിന്റിൽ ഇതിന് ടാൻജൻഷ്യൽ ആണ്. ഇവിടെ ഈ പോയിന്റിൽ ടാൻജന്റ് ഫെലോണാണ്, ഈ പോയിന്റിൽ ടാൻജന്റ്. ഇപ്പൊ 2 ഡയമെൻഷണൽ മോഷനിൽ ഒരു പാർട്ടിക്കിളുടെ മൂവ് ചെയ്യാൻ വ്യത്യസ്ത പാത്തുകൾ ഉണ്ടാവും. സ്ട്രെയിറ്റ് ലൈൻ അല്ല, മറ്റ് കർവ്ഡ് പാത്തുകളൊക്കെ കിട്ടും. അപ്പൊ അവിടെയൊക്കെ ഓരോ പോയിന്റിലുള്ള വെലോസിറ്റി, അപ്പോഴത്തെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചോദിച്ചാൽ ആ പോയിന്റിൽ ആ കർവിൽ വരച്ച ടാൻജന്റിന്റെ അതേ ഡയറക്ഷൻ അങ്ങനെയാണ്. കാരണം ആ പാർട്ടിക്കിൾ അവിടുന്ന് അങ്ങോട്ട് റിലീസ് ചെയ്യാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ പറഞ്ഞ ഫോഴ്സ് ഒക്കെ അത് മാറ്റി കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് പോകുന്ന ഡയറക്ഷൻ ആ ടാൻജൻഷ്യൽ ഡയറക്ഷനിലായി. നമുക്ക് അത് എക്സ്പെരിമെന്റലി പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഡെയിലി ലൈഫിൽ. നമ്മൾ ഈ പിന്നെ ഗ്രൈൻഡിങ് വീലിൽ നിന്നൊക്കെ സ്പാർക്ക് പോകുന്ന കണ്ടിട്ടില്ലേ, ആ ടാൻജന്റ് ഡയറക്ഷനിലാണ് അത്. പറഞ്ഞു. ഓക്കെ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഡെറിവേഷൻ പഠിക്കും, ഇപ്പൊ തന്നെ പഠിക്കാതെ പിന്നീട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഐഡിയാസ് ഉണ്ടെങ്കിൽ ആർക്കും പെട്ടെന്ന് 1 ഡയമെൻഷണൽ മോഷൻ അറിയുന്ന കുട്ടിക്ക് ഈസി ആയിട്ട്, പ്രത്യേകിച്ച് പുതിയ ഇക്വേഷൻ ഒന്നും ഇതിൽ വെക്കേണ്ടതില്ല. ആകെ അറിയേണ്ടത് യു സൈൻ തീറ്റയാണ് ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദി y ഡയറക്ഷൻ ഈസ് യു സൈൻ തീറ്റ. ബാക്കി എല്ലാം 1 ഡയമെൻഷണൽ മോഷനിലായിരിക്കും. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, കാര്യമൊന്നുമില്ല. ഇങ്ങനെ എഴുതാം, യു സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ ബൈ 2. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ യുക്ക് പകരം V0 എന്നാണ് എടുത്തത്. അപ്പൊ V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്നായിരിക്കും അതിലുണ്ടാവുക. V0 യു ഞാൻ നേരത്തെ 1 ഡയമെൻഷൻ മോഷൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, യു എന്നുള്ള ലെറ്റർ ഉപയോഗിക്കും. V0 മോർ സ്റ്റാൻഡേർഡ്, പലപ്പോഴും V0 എന്നാണ് പല ബുക്കുകളിലും എടുക്കാറ്. അതാണ് കൂടുതൽ നല്ലത് തോന്നുന്നു. പക്ഷെ എന്നാലും നമുക്ക് പറയാൻ സുഖം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് ആണ് ഇപ്പോൾ പഠിച്ചത്.
So the next important physical quantity related to projectile motion is time of flight. അത് ആ വാക്കിലുണ്ട് എന്താണ് കാണുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ്, പറക്കുന്ന സമയം. അപ്പൊ പ്രൊജക്ടൈൽ നമ്മൾ എറിഞ്ഞത് മുതൽ അത് പറന്നുകൊണ്ടിരിക്കുക, പറന്നിട്ട് തിരിച്ച് ഭൂമിയിൽ ആ എറിഞ്ഞ ലെവലിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തത് വരെ പറന്നുകൊണ്ടിരിക്കുക. ആ പറക്കുന്ന ടോട്ടൽ ടൈം, ദാറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. So it is the total time taken by the projectile to reach back to the horizontal plane of projection. എവിടെ നിന്നാണോ, ഏത് പ്ലെയിനിൽ നിന്നാണ്, ഏത് പ്രതലത്തിൽ നിന്നാണോ ഈ പ്രൊജക്ടൈലിനെ നമ്മൾ എറിഞ്ഞത്, നമ്മൾ ലോഞ്ച് ചെയ്തത്, അതേ ലെവലിലേക്ക്, അതേ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്യാൻ, തിരിച്ചെത്താൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ദ ടൈം ഡ്യൂറിംഗ് ദ പ്രൊജക്ടൈൽ ഈസ് ഇൻ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ ദ ടൈം ഡ്യൂറിംഗ് ദ പ്രൊജക്ടൈൽ റിമെയിൻസ് ഇൻ എയർ എന്നൊക്കെ പറയാം. സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഡെഫിനേഷൻസ്, അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് കൊടുത്തുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാലും മാർക്ക്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ദി ടൈം ഡ്യൂറിംഗ് ദ പ്രൊജക്ടൈൽ റിമെയിൻസ് ഇൻ എയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. റെപ്രസെന്റ് ചെയ്യൽ സാധാരണ ക്യാപിറ്റൽ ടി. ഈ മാക്സിമം ഹൈറ്റിനെ ക്യാപിറ്റൽ എച്ച് കൊണ്ടാണ്, ചിലപ്പോൾ എച്ച് മാക്സ്, സ്മാൾ എച്ച് മാക്സ് എന്നോ ഒക്കെ എഴുതാറുണ്ട്. ദാറ്റ് ഈസ് നോട്ട് റെലവന്റ്, ഏത് കൊടുക്കാം. ഇവിടെ ക്യാപിറ്റൽ ടി ആണ് നോർമലി ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ കൊടുക്കാം. അപ്പോഴേക്കും ഞാൻ ആ ചിത്രം വീണ്ടും ഒന്നും ഇങ്ങോട്ട് വരച്ചിട്ടു. ടൈം ഓഫ് ഫ്ലൈറ്റ് ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റിയ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് ഫിഗർ വെച്ച് മാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഇറ്റ് ഇസ് എ ടൈം. അപ്പോൾ കൺസിഡർ, നേരത്തെ പറഞ്ഞ പ്രൊജക്ടൈൽ സ്റ്റാർട്ടിങ് ഫ്രം ടി ഈക്വൽ ടു 0. നമ്മൾ പ്രൊജക്ടൈൽ ലോഞ്ച് ചെയ്യുന്ന മൊമെന്റിൽ ടി ഈക്വൽ ടു 0 എന്നാണ് എപ്പോഴും എടുക്കുക. ദെൻ ആഫ്റ്റർ ദി ടൈം ഓഫ് ഫ്ലൈറ്റ്, പ്രൊജക്ടൈൽ ലോഞ്ച് ചെയ്തതിന് ശേഷം ടൈം ഓഫ് ഫ്ലൈറ്റും കഴിഞ്ഞാൽ പിന്നെ പ്രൊജക്ടൈൽ എവിടെ എത്തിയിട്ടുണ്ടാവും, തിരിച്ച് ഗ്രൗണ്ട് ലെവലിൽ എത്തിയിട്ടുണ്ടാവും, ഇവിടെ എത്തിയിട്ടുണ്ടാവും, ഇതിലെത്തിയിട്ടുണ്ടാവും, ഇതിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണല്ലോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഡെഫിനിഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്താൽ ഇതിന്റെ വൈ കമ്പോണന്റ് ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ കോർഡിനേറ്റ് എത്രയാണ്, വൈ കമ്പോണന്റ്, വൈ കോർഡിനേറ്റ് 0 ആണ്. സോ വെൻ സ്മാൾ ടി ടൈം ഓഫ് ഫ്ലൈറ്റ് ആകുമ്പോൾ വൈ ടി എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് 0. ദിസ് ഈസ് ദി ക്രൂഷ്യൽ പോയിന്റ്. ഇവിടുത്തെ ഐഡിയ ഇതാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അതിന്റെ ആ ലോജിക്ക്, ഡയറക്റ്റ് ലോജിക് വെച്ച് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ദി വേ. പല രീതിയിലും ചെയ്യാം. ദിസ് ഇസ് ദി വേ ഓഫ് ഡയറക്റ്റ് ലോജിക്. നേരിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡയറക്റ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ എന്താണ്, തിരിച്ചു വരുമ്പോൾ തിരിച്ച് ഭൂമിയിൽ തന്നെ ഹിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആയിട്ട് ഇത് നമുക്കറിയാം. എക്സ് കോർഡിനേറ്റ് 0 ആവണമെന്നില്ല, കാരണം എറിഞ്ഞ സ്ഥലത്തല്ലല്ലോ ഭൂമിയിൽ വന്ന് വീഴുന്നത്. പക്ഷെ ഭൂമിയുടെ പ്രതലത്തിലൊക്കെ വൈന്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. ഗ്രൗണ്ട് സർഫസിൽ മൊത്തം നമ്മൾ വൈ 0 എന്നാണ് എടുത്തത്. അവിടുന്ന് മുകളിലേക്കാണ് വൈ പോസിറ്റീവായി പോകുന്നത്, താഴേക്ക് വൈ നെഗറ്റീവ്. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പൊ ഇതാണ് ഇതിലെ ക്രൂഷ്യൽ. ഇത് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങൾ. y00 ആണ്. അതെന്താണ് y00 എന്ന് എടുത്തത്, നമ്മൾ ഒറിജിനിൽ നിന്നാണ് പ്രൊജക്ട് ചെയ്തത്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ പ്രൊജക്ട് ചെയ്തത് അവിടെയാണ് നമ്മൾ ഒറിജിൻ വെച്ചത്. വി ഫിക്സ് ദാറ്റ് പോയിന്റ് ആസ് അവർ ഒറിജിൻ. അപ്പൊ x0യും y0യും എപ്പോഴും നമുക്ക് 0 ആയി. ഇവിടെ പക്ഷെ ഒന്നും കൂടി കിട്ടിയെന്താണ്, yt, ക്യാപിറ്റൽ ടി, അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സമയം കഴിയുമ്പോൾ ഉള്ള y കോർഡിനേറ്റും 0 ആണ്. ഇത് പിന്നെ നമുക്ക് എപ്പോഴും അറിയാലോ, വി y0 ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദി y ഡയറക്ഷൻ യു സൈൻ തീറ്റ, വി x0 ആണെങ്കിൽ അത് യു കോസ് തീറ്റ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇത് രണ്ടും ഈ പർട്ടിക്കുലർ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ള പർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രം ഉള്ളതാണ്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അത് നമ്മുടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും, ടൈം വേണം നമ്മുടെ ഇക്വേഷനിൽ. ടൈമുള്ള ഇക്വേഷൻ കിട്ടണം, എന്നാലേ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ്, ടൈമാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് അറിയുന്ന എന്താണ്, വൈ ടിയുടെ വാല്യൂ അറിയാം, y0യുടെ വാല്യൂ അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി യു നമുക്കറിയാം, അറിയാം. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇതൊക്കെയാണ് നമുക്ക് അറിയുക. അതും എന്താണ് കാണേണ്ടത് അതും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻസ് എപ്പോഴും ചൂസ് ചെയ്യാം. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിച്ചത് മോഷൻ അലോങ് ദി വൈ ഡയറക്ഷൻ മാത്രമാണ്. ഇതിലൊന്നും നമ്മൾ എക്സ് കമ്പോണന്റിനെ പരിഗണിച്ചിട്ടേ ഇല്ല. നമുക്ക് വൈ കമ്പോണന്റ് മാത്രം നോക്കിയാൽ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. കാരണം മോഷൻ തുടങ്ങി വൈ കോർഡിനേറ്റ്, വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്തി, പിന്നെ അത് ഡിക്രീസ് ചെയ്ത് ഹിറ്റ് ചെയ്യുമ്പോൾ 0 ആവും. അപ്പൊ ആ വൈ ഡയറക്ഷനിലെ മോഷൻ മാത്രം നോക്കിയാൽ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. ഓക്കെ, അപ്പൊ അഗൈൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂസ്. വെരി സിമ്പിൾ. നിങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ സമയം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 y0 0 ആണ്, y0 0, yt 0 ആണ്, yt 0 ആണ്. അപ്പോൾ 0 is equal to yt is 0, y0 is 0, 0 plus u sin y0 എന്ന് പറയുന്നത് u sin theta into t എന്താവും, സ്മാൾ ടിക്ക് പകരം ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആകണം. അപ്പോഴല്ലേ ഇത് രണ്ടും 0 ആവുള്ളൂ. ഇതെപ്പോഴും 0 ആണ്. ഈ yt 0 ആകണമെങ്കിൽ ക്യാപിറ്റൽ ടി ആവും. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് കൊടുക്കുക ഹാഫ് ടി. ക്ലിയർ? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പോലെ ഈ രണ്ടും ഈ സമചിഹ്നത്തിന് അപ്പുറത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ യു സൈൻ തീറ്റ ടി ഈക്വൽ ടു ഹാഫ് ടി ടി സ്ക്വയർ ആവും.
യു സൈൻ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി ഈക്വൽ ടു ഹാഫ്. രണ്ട് ഭാഗത്തും ടി വെച്ച് ഹരിച്ചാൽ, രണ്ട് ഭാഗത്തും ഞാൻ ടി കൊണ്ട് ഹരിച്ചാൽ ഇവിടെ ടി ക്യാൻസൽ ചെയ്ത് പോകും. യു സൈൻ തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് യു സൈൻ തീറ്റ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ജി. ടി സ്ക്വയറിന് ടി കൊണ്ട് ഹരിച്ചാൽ ഹാഫ് ജി ടി എന്നാവും. ഇതിൽ നിന്ന് ടി കാണാം. ഞാൻ നോക്കിയാൽ തന്നെ അറിയാം 2 ഇൻറ്റു യു സൈൻ തീറ്റ വരും. 2 മുകളിലേക്ക് പോകും. ഈ ജി മുകളിലുള്ള ജി താഴെ വരും. 2 യു സൈൻ തീറ്റ ബൈ ജി ഈക്വൽ ടു ടി എന്ന് വരും. സോ ടി ഈസ് ഈക്വൽ ടു 2 യു സൈൻ തീറ്റ ബൈ ടി. രണ്ടാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഈസി ആയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ടി ഈസ് ഈക്വൽ ടു 2 യു സൈൻ തീറ്റ ബൈ ടി ഈക്വൽ ടു 2 യു സൈൻ തീറ്റ ബൈ. നല്ലവണ്ണം നോക്കി മനസ്സിലാക്കാം. അഗെയിൻ യു ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ ആൻഡ് ഹാവ് ആൻ അനാലിസിസ്. നിങ്ങൾ ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇക്വേഷൻ ഒന്ന് നിങ്ങളോട് എന്തൊക്കെയാണ് ഇക്വേഷൻ പറയുന്നത്. ഇക്വേഷൻ അങ്ങനെ കാണുമ്പോൾ അത് നിങ്ങളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത്. എന്താണ് ഇക്വേഷൻ, എന്തൊക്കെയാണ് ഇക്വേഷൻ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ. വാട്ട് ആർ ദി ഇൻഫർമേഷൻ ഹൈഡിങ് ബിഹൈൻഡ് ദിസ് ഇക്വേഷൻ? ഒന്ന്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആംഗിൾ ഓഫ് പ്രൊജക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനീഷ്യൽ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമുക്ക് ലോജിക്കലായിട്ട് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ കിട്ടുന്ന ആൻസർ തന്നെയാണ്. പിന്നെ നേരത്തെ മാക്സിമം ഹൈറ്റ് യു സ്ക്വയറിന് പ്രൊപ്പോർഷണലായിരുന്നു. പക്ഷെ ടൈം ഓഫ് ഫ്ലൈറ്റ് യു സ്ക്വയറിന് പ്രൊപ്പോർഷണലല്ല. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു യു. സ്ക്വയറിന് പ്രൊപ്പോർഷണലായ ഡയമെൻഷനൽ ഇക്വേഷൻ തെറ്റും. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു യു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ആൾസോ പ്രൊപ്പോർഷണൽ ടു ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് കൂടണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കൂടുതൽ ഇനീഷ്യൽ വെലോസിറ്റി പ്രൊജക്ട് ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ ആംഗിൾ കൂട്ടി വെച്ചാലും ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു പ്രൊജക്ടൈലിന് മാക്സിമം എയറിൽ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഏത് ആംഗിളിൽ അറിയണം? 90 ഡിഗ്രിയിൽ. ക്ലിയർ ആണല്ലോ. പ്രൊജക്ടൈലിനെ മാക്സിമം ടൈം എയറിൽ നിലനിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? ആ പ്രൊജക്ടൈലിനെ 90 ഡിഗ്രിയിൽ വേറെ വെർട്ടിക്കലി അപ്വേർഡായിട്ട് പറഞ്ഞേക്കാം. എന്നാലാണ് മാക്സിമം ടൈം അത് എയറിൽ നിൽക്കുക. ശരിക്കും നോക്കുക. ഡെറിവേഷൻസ് ഒക്കെ ഓരോ സ്റ്റെപ്പ് നോക്കുക. ഡയറക്റ്റ് ഐഡിയ വെച്ചിട്ടുള്ള ഡെറിവേഷൻ ആണ്. വേർ ആർ അതർ മെത്തേഡ്സ് ടു മാക്സിമം ഹൈറ്റിനുള്ള ടൈം കണ്ടെത്തിയിട്ട് തിരിച്ചിറങ്ങാനുള്ള ടൈം കണ്ടെത്തിയിട്ട് ആ ടൈം അതിന്റെ മാക്സിമം ഹൈറ്റ് എത്താനുള്ള ടൈം കണ്ടെത്തിയിട്ട് അതിന്റെ ചോയ്സ് ആയിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ അനദർ മെത്തേഡ്. അത് നമ്മൾ ടൈം ഫോർ മാക്സിമം ഹൈറ്റ് കാണുമ്പോൾ അതും ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത് ഓർത്തിരിക്കുക ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെ കാണും. ഓക്കെ, then next is time of maximum height. ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് നമ്മൾ പലപ്പോഴും ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഒരു ഡെറിവേഷന്റെ വേറൊരു രീതിയാണ്. എന്നാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് കൂടി ഡിറൈവ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇക്വേഷൻ കയ്യിലുള്ളിടത്തോളം കാലം ഏത് ക്വാണ്ടിറ്റി ചോദിച്ചാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് എന്താണ് ചോദിച്ചത്? പ്രൊജക്ടൈൽ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യാൻ എടുക്കുന്നതാണ്, മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്നതാണ്. ശരിക്കും ലോജിക് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ സിമ്മട്രി എക്കാനാണ്. ഇപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഹാഫ് ആയിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന്റെ ട്വൈസ് ആയിരിക്കും ടൈം ഓഫ് ഫ്ലൈറ്റ്. നമ്മളത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുക. അങ്ങനെയുള്ള ഐഡിയാസ് ഒന്നും ഉപയോഗിക്കാൻ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ മാക്സിമം ഹൈറ്റ് മാക്സിമം ഹൈറ്റിലെത്തുന്ന ടൈമിന് ഞാൻ TM എന്ന് വിളിച്ചു, സ്മാൾ TM. മാക്സിമം ഹൈറ്റ് പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി, y കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 0 ആണ്. നേരത്തെ പഠിച്ചതാണ്. നേരത്തെ അപ്ലൈ ചെയ്ത അതേ ലോജിക്കാണ്. അതേ ലോജിക്ക് തന്നെയല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. മാക്സിമം ഹൈറ്റിലെത്തുന്ന ടൈമാണ് ചോദിച്ചത്. അപ്പോൾ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി y ഡയറക്ഷനിലുള്ള വെലോസിറ്റി 0 ആണെന്നാണ് നമുക്ക് ആ കയ്യിലെത്തുള്ളൂ. പിന്നെ നമുക്ക് എന്തൊക്കെ അറിയാം? ഇനീഷ്യൽ വെലോസിറ്റി y ഡയറക്ഷൻ അറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറിയാം, ഇതൊക്കെ അറിയാം. അപ്പോൾ Vy ഇനി നമുക്ക് ഇക്വേഷൻ ഏത് ഉപയോഗിക്കണം? ടൈമാണ് കാണേണ്ടത്. Vyt നമുക്ക് 0 എന്നാണ്. Vyt ഉള്ള ഇക്വേഷൻ ആയിരിക്കണം. സോ ദിസ് ഇക്വേഷൻ v ഈക്വൽ ടു u പ്ലസ് at എന്നുള്ള ഇക്വേഷനിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ നേരത്തെ എഴുതിയ ലിസ്റ്റ് ചെയ്ത ഇക്വേഷനിൽ ഉള്ളതാണ് ഫോർ ദി മോഷൻ അലോങ് y ഡയറക്ഷൻ. സോ Vyt is equal to u sin theta minus gt എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കും. അതിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Vytക്ക് 0 എന്ന് കൊടുക്കും. അപ്പോൾ t എന്ന് പറയുന്നത് T_m ആവും. മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത് Vyt 0 ആവും. Tm ആകുമ്പോൾ Vyt equal to 0 is equal to u sin theta minus gtm. u sin theta is equal to gtm. അപ്പോൾ Tm is equal to u sin theta by. Our time of this is equation for time of maximum height.
ഇത് സാധാരണ ചെയ്യൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണുന്നതിന്റെ ആദ്യ സ്റ്റെപ്പായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു മെത്തേഡിൽ ഈ മെത്തേഡിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. ആദ്യം TM കാണാം. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2PM കണ്ടാൽ മതി. മാക്സിമം ആയിട്ട് എത്താനെടുത്ത് അതേ സമയം തന്നെ ആയിരിക്കും അവിടെ തിരിച്ചു വരാനും എടുക്കുക. അപ്പോൾ 2TM കണ്ടാൽ മതി. 2TM എന്ന് പറഞ്ഞാൽ 2u sin theta by c. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. നേരത്തെ കിട്ടിയ അതേ ഇക്വേഷൻ കിട്ടണമല്ലോ. T equal to 2TM 2u sin theta by c എന്ന് കിട്ടും. ഇങ്ങനെയും ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് കണ്ടു. ഇതും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇത് കാണാൻ ചോദിച്ചേക്കാം. പക്ഷെ കൂടുതലും ചോദിക്കല് ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ആണ് കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ മതി. ഐദർ യു ക്യാൻ യൂസ് ദിസ് മെത്തേഡ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡ്. ഓരോന്നിനും ആവശ്യമുള്ള ക്ലൂ അതെന്താണ്, ആ ട്രിക്ക് അത് എവിടെയാണ്, അതിന്റെ ക്രൂഷ്യൽ പോയിന്റ് എന്താണ്, ആ ഫിസിക്സ് എന്താണെന്നുള്ളത് ഇവിടെയാണ് കളി. എവറിത്തിങ് എൽസ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻസ് ആൻഡ് സിംപ്ലിഫൈ. അത് മാത്സ് ആണ്. ഫിസിക്സ് ലൈസ് ഹിയർ ഈ കേസിൽ. ഓരോ കേസിലും അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എന്താണ്. സോ ദ ലാസ്റ്റ് ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹൊറിസോണ്ടൽ റേഞ്ച്. സമയം വൈകി എന്നറിയാം, എന്നാലും ഇപ്പം സ്കൂളിലൊന്നും പോകാനില്ല, അതുകൊണ്ട് ഈ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എന്നാൽ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ 3 ടേംസും കിട്ടിക്കഴിഞ്ഞിട്ട് നിർത്താം. ഇതും കൂടി ഡിറൈവ് ചെയ്താൽ സ്റ്റോപ്പ് ചെയ്യും. എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച്? ഇറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പ്രൊജക്ടൈൽ ഡ്യൂറിംഗ് ഇറ്റ്സ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അങ്ങനെയും പറയാം. പല രീതിയിൽ ഹൊറിസോണ്ടൽ റേഞ്ചിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പലവട്ടം പറഞ്ഞതാണ്. നമ്മൾ പ്രൊജക്ട് ചെയ്ത പോയിന്റ് മുതൽ തിരിച്ച ബോഡി ഹിറ്റ് ചെയ്യുന്നത് വരെയുള്ള എക്സിന് അലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, എക്സ് ഡയറക്ഷനിലെ ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അല്ലെങ്കിൽ അത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ അത് പിന്നെ ഫസ്റ്റ് എയറിൽ ഇരിക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ സഞ്ചരിച്ച ദൂരമായിരിക്കും ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പ്രൊജക്ടൈൽ ഡ്യൂറിംഗ് ഇറ്റ്സ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അങ്ങനെയും പറയാം. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ വെക്കുമ്പോൾ അത് കറക്റ്റാ, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പ്രൊജക്ടൈൽ ഡ്യൂറിംഗ് ഇറ്റ്സ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സമയം കൊണ്ട് സഞ്ചരിച്ച ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് എന്ന് നേരിട്ട് എടുക്കാം. അല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ut പ്ലസ് ഹാഫ് at² ഒക്കെ ചെയ്യണമായിരുന്നു. ഇവിടെ a0 ആണ്, അതുകൊണ്ട് ut മാത്രം ചെയ്താൽ മതി. സോ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഇതാണ് ആ പ്രിൻസിപ്പിൾ. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് വിൽ ഗിവ് യു ദി ഹൊറിസോണ്ടൽ റേഞ്ച്. അതിന്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഡെഫിനിഷൻ തന്നെ അത് എടുത്തു. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത്രയും സിമ്പിൾ ആണ്. ഇതിന്റെ ഇത്രയും സിമ്പിൾ ആവാനുള്ള കാരണം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഞാൻ ആ ഡയഗ്രാം വെറുതെ ഹൊറിസോണ്ടൽ റേഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടോ, ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയഗ്രാം തന്നെ വരക്കണമെന്നില്ല, ഇങ്ങനെ ഒരു പരാബോള വരച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടാൽ മതി. അപ്പോൾ u cos θ ആണല്ലോ ഹൊറിസോണ്ടൽ വെലോസിറ്റി. എല്ലായ്പ്പോഴും അതാണ്. ഇനീഷ്യലി ആയാലും ഫൈനലി ആയാലും ഇടയിലായാലും ഒക്കെ ഹൊറിസോണ്ടൽ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി u cos θ ഇൻറ്റു t. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതുവരെയുള്ള ഡെറിവേഷൻസിലൊന്നും നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷൻ പരിഗണിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷൻ നമുക്ക് ആവശ്യമായി വരുന്ന ഏക ഡെറിവേഷൻ ഏതാണ്? ഹൊറിസോണ്ടൽ റേഞ്ച് കാണാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ളതിലൊക്കെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മോഷൻ മാത്രം പരിഗണിച്ചാൽ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കാം. പക്ഷെ ഹൊറിസോണ്ടൽ റേഞ്ച് ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ അവിടെ നമ്മൾ ഇതും കൂടി പരിഗണിക്കണം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷൻ പരിഗണിക്കണം, ടൈം ഓഫ് ഫ്ലൈറ്റും പരിഗണിക്കണം. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇൻറ്റു ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റിലുള്ള ഇക്വേഷൻ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, 2u sin θ by g. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 2u sin θ by g ആണല്ലോ, ഇത് ഇതിൽ ടീന്റെ സ്ഥാനത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? r is equal to u cos θ ഇൻറ്റു u cos θ ഇൻറ്റു 2u sin θ by g. അപ്പോൾ ഇവിടെ 2u ഇൻറ്റു u². ഈ സെറ്റിങ് കറക്റ്റ് ചെയ്തില്ലേ? 2 sin θ എന്നുള്ളത്. ലെറ്റ് മീ കറക്റ്റ് ഇറ്റ്.
ഓക്കെ. സോ യു ഇൻറ്റു യു ഇറ്റ് ഈസ് യു സ്ക്വയർ വരിക, യു സ്ക്വയർ ആണ് പുറത്തേക്ക് എടുത്തു. പിന്നെ അവിടെ 2 ഈ കോസ് തീറ്റനുള്ളിൽ കൊണ്ടുപോയാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ഇത് തന്നെയാണ് ഇത്. നമുക്ക് മനസ്സിലാക്കാലോ. അപ്പോൾ ഇവിടെ ഇനിയുള്ളത് 2 സൈൻ തീറ്റ കോസ് തീറ്റ എനിക്കൊന്ന് മാറ്റി എഴുതാൻ പറ്റും. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. 2 സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് സൈൻ 2 തീറ്റ എന്ന് എഴുതാം. അല്ലെങ്കിൽ സൈൻ 2 തീറ്റ ഈസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ദാറ്റ് ഇസ് എ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി. ഈ ട്രിഗണോമെട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇനി പഠിച്ചു അത് കാണാതെ ഓർത്ത് വെച്ചാൽ മതി. സൈൻ 2 തീറ്റ ഈസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇതിവിടെ അപ്ലൈ ചെയ്താൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് പകരം സൈൻ 2 തീറ്റ എന്ന് കൊടുത്താൽ യു സ്ക്വയർ ഇത്രയും ഭാഗത്തേക്ക് സൈൻ 2 തീറ്റ വരുന്നത്. സോ യു വിൽ ഗെറ്റ് ദി ഇക്വേഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനെ നമുക്ക് നന്നായിട്ട് അനലൈസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ തരുന്ന ഇക്വേഷൻ. ഒന്ന്, ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം അകലത്തിൽ പോയി ഒരു ഒബ്ജക്റ്റ് വീഴണമെങ്കിൽ എത്ര ആംഗിളിൽ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യും? ഒരു ലോങ് ജമ്പർ അതിൽ ചാടിയിട്ട് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ ബെറ്റർ ആംഗിൾ ഏതാണ്? അതർ ഫാക്ടേഴ്സ് ആർ ദർ. ഇത് മാത്രം പരിഗണിച്ചാൽ പോരാക്കി. എന്നാലും മാക്സിമം ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ കവർ ചെയ്യണമെങ്കിൽ അതിൽ ചാടേണ്ട ആംഗിൾ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് 45 ഡിഗ്രിയിലാണ്. കാരണം ഇവിടെ തീറ്റ 45 ആകുമ്പോൾ 2 തീറ്റ 90 ആവും, സൈൻ 91 ആവും. ദാറ്റ് ഈസ് ദി മാക്സിമം വാല്യൂ. അപ്പോൾ യു സ്ക്വയർ ബൈ ജി. So the maximum possible value of horizontal range for a given initial velocity u is u square by g. അത് പലപ്പോഴും പ്രോബ്ലത്തിലൊക്കെ ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ദി മാക്സിമം? ഫൈൻഡ് ദി മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് പോസിബിൾ. അപ്പോൾ യു സ്ക്വയർ ബൈ ജി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലാണ് മാക്സിമം കിട്ടുക? 945 ഡിഗ്രിയിലാണ്. മാക്സിമം ഹൈറ്റ് കിട്ടണമെങ്കിൽ 90 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യാം. ടൈം ഓഫ് ഫ്ലൈറ്റ് മാക്സിമം ആണെങ്കിലും 90 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യാം. പക്ഷേ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അറ്റൈൻ ചെയ്യണമെങ്കിൽ 90 ഡിഗ്രിയിലല്ല. യു ഹാവ് ആലോചിച്ചാൽ അറിയാലോ, ഉത്തരം മേപ്പോട്ട് പോയാൽ തീരെ റേഞ്ച് കിട്ടൂല, മിനിമം. അപ്പോൾ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ യു ഷുഡ് ത്രോ ഇറ്റ് ഇൻ അറ്റ് 45 ഡിഗ്രി ആംഗിൾ വിത്ത് ദി ഗ്രൗണ്ട്. സൈൻ 2 തീറ്റ 1 ആകണം. അപ്പോഴാണുള്ളത് മാക്സിമം ഫോർ എ ഗിവൺ ഇനീഷ്യൽ വെലോസിറ്റി യു. ഇഫ് യു ആർ ചേഞ്ചിങ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, നിങ്ങളൊരു കല്ലിനെ ഒരേ വേഗതയിൽ വ്യത്യസ്ത ആംഗിളിൽ ഇങ്ങനെ എറിഞ്ഞാൽ കല്ല് ഏറ്റവും അകലത്തിൽ പോയി വീഴുക 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആ സമയത്ത് ആ 45 ഡിഗ്രിയിൽ എറിഞ്ഞാൽ അത് വീഴുന്ന അകലം എന്ന് പറയുന്നത് യു സ്ക്വയർ ബൈ ജി അകലത്തിലാണ് പോയി വീഴുക. ആണ് ആർ മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. എഴുതണേ. അപ്പൊ ഇത് ഇത്രയും എഴുതി വെക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇന്നത് മതി. ഇനി ഇത് ബാക്കി പറയാം. ഇപ്പോൾ സമയം ആദ്യത്തെ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പ്രൊജക്ടൈൽ മോഷൻ കവർ ചെയ്തു. ഇന്ന് തന്നെ ഇത് പഠിക്കുക, നന്നായിട്ട് മറക്കാതെ പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയായാലും ചോദിക്കുന്നതാണ്. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, വാട്സപ്പിലൊക്കെ ചോദിക്കാം. ഈ ക്ലാസ്സിൽ ആരും സംശയങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചോദ്യം തന്നെ ഒഴിവാക്കാം. എനിക്ക് വീഡിയോ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, എൻ്റെ വീഡിയോ, കാരണം ഫേസ് കാണുന്നുണ്ടാവില്ല, കാരണം ക്യാമറയ്ക്ക് ഇതോ പ്രശ്നമില്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പോസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്തിടാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.